വീട്ടിൽ സമാധാനം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഭാര്യ തന്റെ ഭർത്താവും പ്രബോധകനുമായ അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ട മാനസിക സപ്പോർട്ട്, സാമ്പത്തിക സപ്പോർട്ട് ആര് കൊടുക്കുന്നുണ്ട്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വീടിന്റെ പുറത്തിറങ്ങിയാൽ അബൂ ത്വാലിബിന്റെ സംരക്ഷണം. അബൂ ത്വാലിബ് മുസ്ലിം പോലുമല്ല, നോക്കണം, മുസ്ലിം അല്ലാതിരുന്ന അബൂ ത്വാലിബിനെ അല്ലാഹു ഹബീബിന്റെ സംരക്ഷണത്തിന് കാരണമാക്കുന്നത് റബ്ബിന്റെ ഒരു വലിയ ഹിക്മത്താണ്. നിങ്ങൾ ആൾക്കാർ പറയും ഒരു മുസ്ലിമും അതേ പാർട്ടിക്കാരനല്ലേ അതുകൊണ്ട് എന്ന് പറയും. അല്ലല്ല, അബൂ ത്വാലിബ് എന്ന് മുസ്ലിം ആയിട്ടില്ല, ആൾ മുസ്ലിം ആവാതെ മരിക്കണത്. പക്ഷേ മക്കയുടെ ചീഫാണ്, മക്കയുടെ മുതിർന്ന നേതാവാണ്. അപ്പൊ അങ്ങനത്തെ നേതാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ തൊടാൻ അവർ സമ്മതിക്കൂല. അങ്ങനെ ഒരു നിബിതങ്ങളെങ്ങാനും അവർ മർഡർ, കൊലപാതകം, ഒരു നിബിതങ്ങൾ അവർ കൊന്നുകളയുകയായിരുന്നുവെങ്കിൽ അവിടെ വലിയൊരു ആഭ്യന്തര കലഹം നടക്കും മക്കയിൽ. അതുകൊണ്ട് ആരും തൊട്ടില്ല അബൂ ത്വാലിബ് ജീവിച്ചിരിക്കുന്ന കാലം. ഹാഷിമിയായ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊല്ലേ, അവർക്ക് അങ്ങനെയാണ്. കുടുംബം വലിയ പ്രശ്നമാണ്. പിന്നെ പാർട്ടി നോക്കുക, അവർ കുടുംബക്കാരനാണോ അവരതിനു വേണ്ടി പോരാടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ രണ്ട് സംരക്ഷണ വലയങ്ങളെ അള്ളാഹു കൊണ്ടുപോയ വർഷം. അന്നേരം ഹബീബായ തങ്ങൾക്ക് പ്രബോധനവുമായി മുന്നോട്ട് പോവാൻ പ്രയാസം വരും. കാരണം ഒന്ന്, വീട്ടിൽ സമാധാനം കിട്ടൂല, മറ്റൊന്ന് നബി തങ്ങൾക്ക് നാട്ടിലിറങ്ങാൻ പറ്റൂല. ആ അബൂ ത്വാലിബിന്റെ വഫാത്തിന്റെ ശേഷമാണ് പുണ്യനബിയെ കൊല്ലാനുള്ള 11 വധശ്രമങ്ങൾ ഹബീബിനെതിരെ നടന്നത്. 11 വധശ്രമം, 11 മർഡർ അറ്റംപ്റ്റ്സ് നബി തങ്ങൾക്കെതിരെ. അല്ലാഹു പറഞ്ഞു, വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ അല്ലാഹു നിങ്ങളെ മനുഷ്യരിൽ നിന്ന് രക്ഷിക്കും. നബിയെ ഒരാൾക്കും അങ്ങേ കൊല്ലാൻ കിട്ടൂല. He was a man not to be killed. നബി തങ്ങളുടെ ദൗത്യം അവിടെ നടക്കേണ്ടതുണ്ട്. തങ്ങളുടെ മിഷൻ ഹാസ് ടു ബി കംപ്ലീറ്റഡ്. അതിന്റെ മുമ്പ് നബി തങ്ങൾ ആർക്കും തൊടാൻ കിട്ടൂല. അള്ളാഹു പറഞ്ഞു, നബിയെ ഒരു പേടിയും പേടിക്കേണ്ട. അല്ലാഹു വിൽ സഫിസ് ദം, പടച്ചവൻ കൈകാര്യം ചെയ്തോളൂ അവരൊക്കെ, തങ്ങൾ പേടിക്കേണ്ട. ഇത്ര യുദ്ധങ്ങൾ, 40ഓളം ചെറുതും വലുതുമുള്ള യുദ്ധങ്ങൾ നടന്നു 10 കൊല്ലത്തിനിടക്ക്. മദീന കാലഘട്ടത്തിൽ മാത്രം 10 കൊല്ലത്തിനിടക്ക് 40 ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആ ജീവിതം? നമ്മൾ പറയും നമുക്ക് ഭയങ്കര ടെൻഷനാണ്, നമുക്ക് ഭയങ്കര സമാധാനക്കുറവാ, എന്ത് കുഴപ്പം നമുക്കുള്ളത്? 10 കൊല്ലത്തിനിടക്ക് 40 യുദ്ധങ്ങൾ. നമുക്ക് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോ, നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ല. എന്നാലും നമ്മൾ പറയും ഒരു സമാധാനം ഇല്ല. അത് മര്യാദയ്ക്ക് ഒരു പരീക്ഷണം വരാത്തത് കൊണ്ട് പറയാം. അങ്ങ് വരാൻ തുടങ്ങിയാൽ ഇപ്പോഴത്തെ ഫലസ്തീനിലെയും ഗസയിലെയും ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ വരുന്നതെങ്കിൽ നമ്മളൊക്കെ പേടിച്ചിട്ട് മരിച്ചു അല്ലേ? എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഹബീബായ നബി തങ്ങൾക്ക് ഭൂമിയിലെ അസ്ബാബുകൾ നഷ്ടമാവുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, അബൂ ത്വാലിബിന്റെ മരണം, ഇത് രണ്ടും നടന്നപ്പോ പുണ്യനബി തങ്ങൾ അഭയം തേടിപ്പോയ നാടാണ് ത്വായിഫ്. മക്കയിൽ നിന്ന് 100 കിലോമീറ്റർ കാൽനടയായി നബി യാത്ര ചെയ്തു ത്വായിഫിലേക്ക്. ഇപ്പൊ ഉംറക്ക് പോകുന്നവർക്ക് സൗദി മൊത്തം കറങ്ങാനുള്ള പെർമിഷൻ ഉണ്ട്. ത്വായിഫിലൊക്കെ ഒന്ന് പോയി നോക്കുക, മലഞ്ചെരുവുകളാണ്. പുണ്യനബിയെ കല്ലെറിഞ്ഞ് ഓടിച്ച നാടാണത്. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വാളിന്റെയും ആയുധങ്ങളുടെയും പാടുകളാൽ കവിള് കീറിയിട്ടുണ്ട്. അവിടത്തെ ചുണ്ടുകൾക്ക് മുറിവുകളുണ്ട്, മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ഹൽ ലഖീത മിൻ ഖൗമിക അശദ്ദ മിമ്മാ ലഖീത, നബിയെ ഉഹദിൽ അങ്ങേക്ക് സംഭവിച്ചതിനോളം വേദനാജനകമായ എന്തെങ്കിലും അനുഭവങ്ങൾ മക്കക്കാരിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് അങ്ങേക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ നബിയെ? ഉഹദല്ലയോ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് ചോദിച്ചപ്പോ നബിയുടെ മറുപടി, ഉണ്ട് ആയിഷ, ഉണ്ട്. ഞാനന്ന് ത്വായിഫിലേക്ക് പോയപ്പോ അബ്ദു കുലാലിനെ, ആ മനുഷ്യനെ കണ്ട് എനിക്കൊരു സംരക്ഷണം വേണമെന്ന് ചോദിക്കാൻ ഞാൻ ചെന്നപ്പോഴേ അവരെന്നെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, അവരെന്നെ ആട്ടിയോടിച്ചത് കല്ലെറിഞ്ഞോടിച്ചുകൊണ്ടാണ്. തങ്ങൾ പറഞ്ഞവരോട്, നിങ്ങൾ ഞാൻ പറയുന്ന അള്ളാഹു ഏകനാണെന്ന് പറയുന്ന വിശ്വാസം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന സംരക്ഷണം ചോദിച്ച വിവരം നിങ്ങൾ മക്കക്കാരെ അറിയിക്കരുതേ. ആര് പറഞ്ഞു? ഞങ്ങൾ അറിയിക്കും. അപ്പൊ തന്നെ മക്കയിലേക്ക് ആളെ വിട്ടു നബി തങ്ങളെ മാനം കെടുത്താൻ. തങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. ഇതെന്തായാലും നിർബന്ധം. ചെറിയ ഒക്കറ്റ് മതിയോ?
അപ്പൊ എന്തായാലും കാര്യമായിട്ടൊന്ന് സഹായിക്കണേ. നമ്മുടെ പ്രവർത്തകർ ബക്കറ്റുമായിട്ട് വരുന്നതേ നമ്മൾ മരിച്ചെന്നാൽ അവിടെ എന്തെങ്കിലും കിട്ടാനാണ്. അതുകൊണ്ട് നന്നായി കൊടുത്തോളി. അതിൽ പിഷ്കാൻ തന്നാൽ അവിടെ ചെന്ന് മേപ്പോട്ടൊക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവനവനുള്ള ഒരു നമ്മളെ ഖബറിലേക്ക് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ഈ ബക്കറ്റ് വീരൽ ഇടുന്നതിന് ഭയങ്കര കൂലിട്ടു. എന്നാൽ ഈ പേരൊന്നും എഴുതൂലല്ലോ. അട്ടുകൊടുത്ത് ആരാ കൊടുത്തതെന്ന് കൊടുത്ത അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതിൽ കീറിയ നോട്ടിട്ടവരെ നമുക്ക് അറിയാൻ പറ്റൂല ആരാ ഇട്ടത്. അള്ളാഹ്ക്ക് അറിയാൻ പറ്റും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കീറിയ കുപ്പായ ഉണ്ടായപ്പോൾ അത് കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്നാ. അപ്പൊ അത് കൊടുത്തൂടെ. എന്തിനാ നാളെ അള്ളാഹിന്റെ മുമ്പ് എത്തുമ്പോൾ കീറിയ കുപ്പായം ഇബ്നു മസ്ഊദ് സംഭാവന ചെയ്തു അള്ളാഹ് വിളിച്ചു പറയുമ്പോഴേ മോശല്ലേ അതൊക്കെ. അതുകൊണ്ട് കീറിയത് എടുക്കാത്തൊന്നും ഇതിലിട്ട് കൊടുക്കണ്ട. കണ്ണോട്ടന്മാരെ പറ്റിക്കണ പരിപാടി ചെയ്യണ്ട. ശരിക്ക് നന്നായിട്ടങ്ങ് കൊടുത്തോളി. നമ്മളെ മദ്രസയും നമ്മുടെ പള്ളിയും നമ്മുടെ മഹല്ലും ഈ പരിപാടിയൊക്കെ വിജയിക്കണം. അതിനൊക്കെ നമ്മുടെയൊക്കെ സഹായം വേണ്ടി ഇതിന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കും. തീർച്ചയാണ് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. വേറൊരു പണിയെടുക്കണമല്ലോ. നമുക്ക് ഇതെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അള്ളാഹ് ചോദിക്കുമ്പോൾ എന്താ നമ്മൾ പറയാം. അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പെണ്ണുങ്ങള് നിങ്ങളുടെയൊക്കെ മാലയും വളയും മോതിരൊക്കെ തന്നെയാണ് നമ്മുടെ മദ്രസകളും പള്ളികളൊക്കെ വളരാൻ കാരണമായത്. അള്ളാഹുവെ സ്വർഗത്തിന്റെ ആഭരണങ്ങൾ നീ അണിയിക്കണമേ തമ്പുരാനെ. അത് അള്ളാഹിന്റെ വീടിലൊക്കെ കൊടുക്കാൻ പറ്റും. അല്ലാതെ പീഷ്കന്മാരെന്ത് ചെയ്യും, ഇത് കൊടുത്താൽ പോയല്ലോ എന്ന് വിചാരിക്കും. അവർക്ക് അള്ളാഹ് കൊടുക്കൂല, അതങ്ങനെ കിടക്കും ചെയ്യും. ഇളക്കം തട്ടാത്ത കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ, അതങ്ങ് വറ്റിപ്പോലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തോളി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹ് സ്വീകരിക്കട്ടെ. ഒരു 3 സ്വലാത്തുകളിൽ ഇരുന്നാലും എന്നാ പേഴ്സൊക്കെ എടുക്കാനോ സൗകര്യക്കാരാണ് അല്ലെ. ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്തില്ലല്ലോ. ഇൻഷാ അല്ലാഹ് 2 ഉപകാരമാണ്. പോണ്ടവർക്ക് വേഗം പോകാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കൂടെ ആരും കാണൂല. അല്ലെങ്കിൽ 3 സ്വലാത്തും ചൊല്ലിയിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചവൻ നമ്മുടെ അമൽ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. സല്ലു അലൽ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു ഹബീബിന്റെ മേൽ ചൊല്ലിയ സ്വലാത്തിന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി തങ്ങളുടെ പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജിനെ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി തആല അലൈഹി മനോഹരമായി വിവരിക്കുന്നുണ്ട് ബുർദയിൽ. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ എന്ത് ചെയ്യാ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. നിങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ എപ്പോഴും സ്വലാത്തും സലാമും നീ ചൊല്ലേണമേ. അലാ ഹബീബിക ഖൈറിൽ ഖൽഖി. സർവ്വ സൃഷ്ടികളെക്കാളും ഉത്തമരായ പുണ്യ നബിയുടെ മേൽ. കുല്ലിഹിമി. സർവരെക്കാളും ശ്രേഷ്ഠരായ നബിയുടെ മേൽ. അതാണ് ഈ മൗലായ സ്വല്ലി വസല്ലിം എന്ന് പറയുന്ന സംഭവം. അപ്പൊ നിങ്ങളത് മറുപടി ചൊല്ലണേ. ബുർദന്റെ ഇസ്രാ മിഅ്റാജിന്റെ സംഭവങ്ങളെ മമ്പൂശ്ശേരി തങ്ങൾ പറയുന്നത്. യാ ഖൈറ മൻ യമ്മമൽ അഫൂന സാഹതഹു سعيا وفوق متون الليل الرسمي. مولاي صل ലിഹിമി. മാഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലുന്നുണ്ടല്ലേ. അൽഹംദുലില്ലാഹ്. ഇല്ലെങ്കിൽ വേഗം പഠിച്ചോളി ഇതിൻ്റെ ഇടയിൽ കൂടെ. ومن هو الآية الكبرى لمعتبر ومن هو النعمة العظمى لمغتنم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سريت من حرم ليلا إلى حرمي كما سرى البدر في داج من الظلم. مولاي صل على حبيبك خير الخلق كلهم. ഉറക്കെ ചൊല്ലണം. എനിക്ക് ജൈവി എന്തോ അടഞ്ഞേക്കണേ ജലദോഷം പിടിച്ചിട്ടേ, അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ ചൊല്ലുന്നുണ്ടല്ലേ. അൽഹംദുലില്ലാഹ് മതി. ഞാൻ ചൊല്ലിക്കൊള്ളിട്ടോ. وبت ترقى إلى أن نلت منزلة وبت ترقى إلى أن نلت منزلة
من قاب قوسين لم تدرك ولم ترمي مولاي صل وسلم دائما أبدا حبيبك خير للخلق كلهم وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأنت تخترق 7 طباق بهم في موكب كنت فيه صاحب العلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അബ്ദ് കുലാലിനോട് കേണപേക്ഷിച്ചിട്ട് പോലും പുണ്യ നബിയോട് ഒരു സഹകരണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾക്കെതിരെ ഭ്രാന്തന്മാരെയും ബുദ്ധിയില്ലാത്ത ചെറുക്കന്മാരെയും ഇളക്കിവിട്ട് അവരെ കൊണ്ട് കല്ലെറിയിച്ചുകൊണ്ട് മക്കയിലേക്ക് ഓടിച്ചു കളഞ്ഞു ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ബാബുകൾ മുഴുവനും മുമ്പിൽ നഷ്ടപ്പെടുകയാണ്. സംരക്ഷണം കിട്ടുന്ന ഖദീജയും അബൂ താലിബ് എന്നവരും രണ്ടുപേരും കഴിഞ്ഞു. പുണ്യനബിയുടെ ഉമ്മയുടെ കുടുംബക്കാരാണ് തഖീഫുകാർ, ത്വായിഫുകാർ. അവരും ഹബീബിനെ കൈയൊഴിഞ്ഞു. ഇനി ആരാണ് സംരക്ഷണം? അമ്മൻ യുജീബുൽ മുൾതറ ഇദാ ദആഹു വയക്ഷിഫുസ്സൂ. ഒരു മനുഷ്യൻ അങ്ങ് കുടുങ്ങിക്കഴിഞ്ഞാൽ തൊട്ടു മുമ്പിൽ പരീക്ഷണങ്ങളുടെ സാഗരത്തിനടുവിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു നിലക്കും രക്ഷപ്പെടാൻ വഴിയില്ലാതെ വരുമ്പോൾ, രോഗം കൊണ്ട് കുടുങ്ങുമ്പോൾ, ഡോക്ടർമാര് പോലും കൈയൊഴിയുമ്പോൾ ഇത് മരണത്തിൽ അവസാനിക്കുന്ന രോഗമാണ് എന്ന് അവനവന്റെ വേണ്ടപ്പെട്ടവരോട് ഡോക്ടർമാർ ചെവിയിൽ പറയുമ്പോൾ, കടം വീടാനുള്ള വഴികളൊന്നും മുമ്പിൽ കാണാതെ വരുമ്പോ, ഇരുട്ടാകുമ്പോ, ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പരീക്ഷണത്തിന്റെ കറുത്ത നഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോ, അമ്മൻ യുജീബുൽ മുൾതറ ഇദാ ദആ. അല്ലാഹുവേ, പടച്ചവനെ എന്ന് റബ്ബിനെ വിളിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ആ മനുഷ്യൻ ഉത്തരം കൊടുക്കാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? അല്ലാഹ് ഇടപെടും. നിങ്ങൾ അങ്ങനെ ചോദിക്കണം. ചെറിയൊരു പനി വയറ്റുന്നൊക്കെ ഉള്ളൂ, അതിനൊന്നും ഇപ്പോൾ കാര്യമായ ദുആ നിങ്ങൾ ദ്വാരിക്കൂല. അത് നമ്മൾ ഡോക്ടറെ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഉബൈദ ഡോക്ടർ അരിക്കോട്ടരൊക്കെ എപ്പോഴും പോകുന്ന ഡോക്ടർ അല്ലേ? ഡോക്ടർമാർ ചെയ്യുന്ന സേവനം ഭയങ്കര വലുതാണ്. അല്ലാഹുർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അത് ഭയങ്കര സേവനമാണ്. ഇപ്പൊ നമ്മൾ ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്, ഇപ്പൊ എന്താ 2 ദിവസം കുടിച്ചാൽ മാറും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ദ്വാരക്കുന്ന ദ്വാക്ക് വലിയ സ്ട്രോങ് ഉണ്ടാവില്ല. നേരെ മറിച്ച് റിസൾട്ട് വന്നിട്ടുണ്ട്, ബോംബെക്ക് അയച്ചതാ, അത് സംഗതി മറ്റേതാണ്, കഴിഞ്ഞു, പിന്നെ ലൈഫ് തീർന്നു. ഇനിയിപ്പോ 2-3 ആഴ്ച, ഒരു 2-3 മാസം പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കാണാൻ വരും. അപ്പൊ നമുക്കൊന്ന് രോഗികളെ കാണാൻ പോകുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് നമ്മളൊരു കുഴപ്പമാണ്. പിന്നെ വലിയ അസുഖം അല്ലേ. ഇന്നലെ നമ്മളെ അയലോകത്തിൽ കൊണ്ടിപ്പോൾ മരിച്ചു. ഓക്കു തന്നെ അസുഖ പറയാ ഈ രോഗിനോട് വന്നിട്ട് ഒരു കാര്യമായ നസീഹത്തക്കാരെ പോലെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇങ്ങനെയല്ല പറയേണ്ടത്, ഉണ്ടാണ്ടിരുന്നാൽ മതി, എന്നാൽ തന്നെ വലിയ സമാധാനമാണ്. കുട്ടികളും മക്കളൊക്കെ മരിച്ചു പോകുമ്പോഴേ ആ മരിച്ചുപോയ കുട്ടിയുടെ വേദന ഇവർ മറക്കാൻ ശ്രമിക്കുമ്പോ, ഓ വല്ലാത്ത കുട്ടിയനില്ലേ, എന്തോ ഒരു ചൊറുക്കുള്ള കുട്ടിയന്, ആ കുട്ടിയൊക്കെ ഇങ്ങനെ പോകും നമ്മൾ ആരെങ്കിലും അപ്പൊ ആ ഉമ്മാക്ക് വീണ്ടും സങ്കടമായി, പിന്നെ വീണ്ടും കുഴങ്ങി വീണു. അപ്പൊ ഈ വരുന്നവർക്ക് ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ലെങ്കിൽ പൊന്നാര പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. നിങ്ങൾ പോയിട്ട് സലാം പറഞ്ഞ് പോന്നാൽ മതി. ആ മരിച്ച കഥയും അസുഖം വന്ന കഥയൊന്നും പറയരുത്. ഒരു രോഗ സന്ദർശനം ചുരുക്കണം എന്നാണ് അവിടെ വന്ന് പറയുന്ന വാക്ക്. അത് നമുക്കാണ് സംഭവിച്ചതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുക എന്ന് ആദ്യം ആലോചിക്കണം. വിഷമമാണ്. ഒരു വലിയ അസുഖം, അള്ളാഹു നിങ്ങൾക്ക് അസുഖം ഷിഫയാക്കി തരട്ടെ എന്നാ പറയുന്നത്. 95 വയസ്സ് 98 വയസ്സ് പ്രായമായി കിടക്കുന്ന ഒരു ഉപ്പാപ്പാക്കാണ്, ഒരു വല്ലിപ്പക്കാണ് ക്യാൻസർ വന്ന് വിചാരിക്കുക. അള്ളാഹിനോട് പറയേണ്ടത് റബ്ബേ ആ മനുഷ്യൻ ഷിഫയാക്കി കൊടുക്കണേന്നാ.
നമ്മൾ മനസ്സിലുള്ള ഇപ്പം അത്യാവശ്യം സെഞ്ചുറി അടിക്കാനായാലും ഇനി പൊയ്ക്കോട്ടെ, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അള്ളാഹുവെ ഷിഫ കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ. അള്ളാഹ്ക്ക് 200 വയസ്സ് വരെ ഏൽപ്പിച്ചുകൂടെ, അതിനപ്പുറത്തേക്ക് അള്ളാഹ് ആയുസ് കൊടുത്തൂടെ? ഷിഫായിന് വേണ്ടി അത് വരയ്ക്കേണ്ടത്. ഏത് ചെറുതും വലുതുമായ അസുഖങ്ങൾക്ക് ഷിഫ കൊടുക്കണേ എന്നാണ് പറയേണ്ടത്. ഡോക്ടർമാർ പറയില്ല എന്നൊക്കെ. അള്ളാഹുടെ അടുത്ത് എന്തിനാ കുറവുള്ളത്? അള്ളാഹു ഷിഫ. എത്ര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, എത്ര അത്ഭുതങ്ങൾ. ഡോക്ടർമാർ ഒഴിവാക്കി വിട്ട കേസ് എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട് എനിക്കറിയാം. ഡോക്ടർമാർ ഒഴിവാക്കി വിട്ടിട്ട് ഇപ്പം 25 കൊല്ലമായി ആ മനുഷ്യൻ ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. അന്ന് പറഞ്ഞ 6 മാസം കൊണ്ട് തീരുട്ടോ, തീർന്നിട്ടില്ല. അള്ളാഹ് ആയുസിട്ടുകണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് പ്രയാസമുള്ള വാക്കുകളല്ല പറയേണ്ടത്, ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാം. ദുആ ചെയ്തു കൊടുക്കുക. എല്ലാ വഴികളും അടയുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈയുയർത്തുന്ന മനുഷ്യന്റെ കൈകൾക്ക് ഉത്തരം കൊടുക്കാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത്? നമുക്ക് അങ്ങനെ ചോദിക്കാൻ അറിയണം, പടച്ചവനോട് അങ്ങനെ ദുആ ചെയ്യാൻ അറിയണം. അതൊരു അറിവാണ്. നമുക്ക് പലപ്പോഴും ദ്വാരക്കാൻ അറിയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാണ് അള്ളാഹുവിനോട്. പടച്ചതമ്പുരാന്റെ മഹത്വം മനസ്സിലാക്കാതെ അള്ളാഹുവെ എന്നെ റോട്ട് കടന്ന് മരിപ്പിക്കല്ലേ, എനിക്ക് എന്താ പറയാ കീറി മുറിക്കണ അസുഖം തരല്ലേ, എനിക്ക് ജലദോഷം തരല്ലേ, പിന്നെ എന്താ തരേണ്ടത്? മരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഐബ് വരുന്ന അസുഖം, കിടപ്പിലായി പോകുന്ന അസുഖം, മാരകമായ അസുഖം, അങ്ങനെയൊക്കെ പറയുന്നൊരു അദബാണ്. അല്ലാതെ ഒരു അസുഖം വരുത്തല്ലേ എന്ന് പറഞ്ഞ് പിന്നെ പടച്ചവൻ എന്ത് അസുഖത്തിന് കൊടുക്കുക? ദുനിയാവ് പരീക്ഷണത്തിന്റെ ലോകമല്ലേ, എന്തെങ്കിലും പരീക്ഷണം ഇല്ലാണ്ടിരിക്കോ? അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്ന കുഴപ്പമില്ല, പക്ഷെ റബ്ബിനോട് ചില അദബോടുകൂടെ ചോദിക്കണം എന്ന ചില കാര്യങ്ങൾ. അള്ളാഹുവെ ഞങ്ങളെ കുഴക്കല്ലേ, അങ്ങനെ പറയരുത്. അള്ളാഹുവെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ, പടച്ചവനെ ഞങ്ങളെ രോഗികളാക്കി ഇട്ട് കളയല്ലേ എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവെ രോഗം കൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷണം തരരുതേ റബ്ബേ. അത് തരുകയാണെങ്കിൽ അത് ക്ഷമിക്കാനുള്ള കരുത്തും സബറും ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹിനെ കുറ്റപ്പെടുത്തിയിട്ട് പറയരുത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എന്റെ റബ്ബാണ് യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം തരുന്നത് കുടിക്കാൻ തരുന്നത് എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? വഇദാ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് ശിഫ തരുന്നത്. എന്താ പറയേണ്ടത്? എന്നെ രോഗിയാക്കുന്നത് അല്ലാഹു അല്ലേ? എന്റെ റബ്ബ് എന്നെ രോഗിയാക്കിയാൽ അവൻ തന്നെയാണ് ശിഫ തരുന്നത് എന്ന് പറയേണ്ടിടത്ത് ഇബ്രാഹിം നബി പറഞ്ഞ വാക്കെന്താ? ഞാൻ രോഗിയായാൽ അള്ളാഹ് എന്നെ രോഗിയാക്കുക എന്ന് റബ്ബിനെ കുറിച്ച് പറയുന്നത് അദബുകേടാണ്. സംഗതി അള്ളാഹ് ചെയ്യുന്ന പണി തന്നെയാണ്, പക്ഷെ അള്ളാഹുലേക്ക് അത് ചേർത്താൻ പാടില്ല. അതൊരു അദബാണ്, പടച്ചവനോട് പറയേണ്ട ഒരു ബഹുമാനമാണ്. പിന്നൊരു കാര്യം, അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഓന് നമ്മൾ മലപ്പുറം ജില്ലയിലെ ഭാഷയിൽ നമ്മൾ അങ്ങനെ പറയില്ല. ഈ ഓന്നൊക്കെ പറയണ വർത്താനം എന്താ തിരിഞ്ഞിട്ടുണ്ട്? ആരെ പറ്റി പറയണത്? റസൂലുള്ളാഹി തങ്ങളെ പറ്റി നമ്മൾ അങ്ങനെ പറയോ? പറയില്ല. അള്ളാഹുവിനെ പറ്റി അവൻ എന്ന് പറയുന്നത് അവർ എന്ന് പറയുമ്പോ അള്ളാഹു ഒന്നിലേറെയുണ്ടോ എന്ന് തോന്നിപ്പോകും. അള്ളാഹു ഏകനാണ്, ഒരുവനാണ് എന്ന് പറയാൻ മലയാളത്തിൽ പിന്നെ വേറെ വാക്കില്ല. നീ എന്ന റബ്ബിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ എന്ന് പറയുമ്പോൾ 4 ആൾക്കും 3 ആൾക്കും പറയുന്ന വാക്കാ നിങ്ങൾ. അള്ളാഹ് ഒന്നിലേറെയുണ്ടോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് റബ്ബ് ഏകനാണെന്ന് വരുത്താനാ നീ അള്ളാഹുവിനെ പറ്റി അവൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെറുക്കന്മാരെ വിളിക്കണ വിളിയല്ലാതെ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ പരമമായ ബഹുമാനത്തിലെ ആ വാക്ക് പറയാൻ പാടുള്ളൂ. അള്ളാഹുവെ അങ്ങ് എന്ന് റബ്ബിനെ പറ്റി പറയാൻ പറ്റുമെങ്കിൽ അതാ പറയേണ്ടത്. അവിടെ നമ്മൾ ഈ ഓന് അള്ളാഹിനെ പറ്റി നമ്മൾ അള്ളാഹിനെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ നിങ്ങളെ കൊണ്ടായിട്ടില്ലല്ലേ? ഖുർആൻ ചോദിക്കുകയാണ്. അള്ളാഹ് കുട്ടികളെയാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഭാഷയിൽ വേറെ വാക്കില്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നത്. അള്ളാഹു ആണായതുകൊണ്ടല്ല, അവൾ എന്ന് പറഞ്ഞ പെണ്ണായി. അള്ളാഹുവിനെ പറ്റി ഇംഗ്ലീഷ് പറയുമ്പോ ഹി എന്ന് പറയും, അവൻ. എന്തേ ഷീ എന്ന് പറഞ്ഞ പെണ്ണാണ്. പിന്നെ ഏകത്വം പറയും ഇറ്റ്സ്, അത് ജീവനില്ലാത്ത സാധനങ്ങൾക്കും പറയുന്ന പേരാ. അത് അള്ളാഹു ഹയ്യാൻ, അള്ളാഹ് ജീവിച്ചിരിപ്പുള്ളവനാണ്. പിന്നെന്താ പറയേണ്ടത്? ഹി. അത്രേ ഉള്ളൂ. അള്ളാഹ് ആണായതുകൊണ്ട്. വേറെ ഭാഷയിൽ വേറെ വാക്കില്ല. അതുകൊണ്ടാണ് ഉറുദുവിൽ മാത്രമാണ് ഖുദാ, അത് സ്ത്രീലിംഗം അല്ല പുല്ലിംഗം അല്ല എന്ന ഖുദാ ആ വാക്ക്. അങ്ങനെ ഒരു വാക്ക് ഉറുദു ഭാഷയിലേ ഉള്ളൂ. പക്ഷെ എന്നാലും ഖുദാ, തു, ആപ്പ് എന്നൊക്കെ അള്ളാഹിനെ പറ്റി പറയും. ശരിയാണ്, അങ്ങ് എന്നാണ് വാക്കിന്റെ അർത്ഥം. അള്ളാഹുവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മൾ പറഞ്ഞും കേട്ടും ശീലല്ല. പക്ഷേ എൻ്റെ കാരുണ്യം തരണേ, ആരുടെ അയലോകത്തെ ചെക്കനോട് പറഞ്ഞ പോലെ പറയാം. നമ്മൾ അങ്ങനെയല്ല അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടത് നമുക്ക് ജീവൻ തന്ന അള്ളാഹു അല്ലാതെ ആരാ?
അത് കഴിഞ്ഞാൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, പിന്നെ നമ്മുടെ മാതാപിതാക്കള്, പിന്നെ നമ്മുടെ ഉസ്താദുമാര്, ഗുരുനാഥന്മാർ, അങ്ങനെ പോകും താഴേക്ക്. ഏറ്റവും വലിയ ബഹുമാനം കൊടുക്കേണ്ടതാണ്. അല്ലാമ ഇഖ്ബാൽ പറയും, സ്നേഹം അതിരുകവിഞ്ഞ് സ്നേഹവും അനുരാഗവും അതിന്റെ മൂർധന്യ ദശയിലെത്തിയാൽ നീ എന്ന് പറയും. അത് സ്നേഹത്തിന്റെ പരമമാണ്. അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ പറയുന്ന വാക്കാണ് നീ എന്ന് പറയുന്നത്. അത്രയും അടുപ്പം അല്ലാഹുവിനോട് തോന്നുമ്പോൾ പറയുന്ന വാക്കാണ് അത്ര. അതുകൊണ്ട് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, അല്ലാഹുവേ നീ എന്ന് പറയുമ്പോഴേ ആരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ആ ബഹുമാനത്തിലേ പറയാവൂ. അള്ളാഹു റബ്ബിനെ ബഹുമാനിക്കുന്ന മുത്തഖീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ആരെയാ പിന്നെ ബഹുമാനിക്കാം? അതുകൊണ്ട് റബ്ബേ, അവിടുത്തെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നുവെങ്കിൽ ആര് നമുക്ക് കരുണ തരാനാണ്? അമ്മൻ യുജീബുൽ മുൾത്തറ ഇദാ ദആ. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഹബീബിനെ അല്ലാഹു ആനയിക്കുന്നത് നാനാ വഴികളും കൺമുമ്പിൽ അടഞ്ഞുപോയി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണവും അബൂ ത്വാലിബിന്റെ വിയോഗവും ത്വായിഫുകാരുടെ വളരെ മോശമായ പെരുമാറ്റവും കൊണ്ട് സഹികെട്ട് സംരക്ഷണത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ഹബീബിന്റെ മുമ്പിൽ അടയുമ്പോൾ, അസ്ബാബുകൾ ഇല്ലാതെയാകുമ്പോൾ മുസബ്ബിബായ റബ്ബിലേക്ക് നേരിട്ടാണ് പിന്നെ ചോദ്യം. നമ്മൾ അസ്ബാബുകൾ നേടേണ്ടവരാണ്. ഭക്ഷണം അള്ളാഹുവിനോട് ചോദിക്കണ റിസ്ക്, അങ്ങാടി പോയി സാധനം വാങ്ങിക്കണ്ടേ, അതതിന്റെ സബബാണ്. പെരീക്ക് അള്ളാഹു തആല കൊണ്ടുവന്നോ? ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആകാശ ലോകത്തിന് സ്വർണം വെള്ളി ഇറങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ജോലി ചെയ്യണം, അധ്വാനിക്കണം. ഒരു കൂട്ടം ചെറുപ്പക്കാർ മദീന പള്ളിയിൽ കുറെ ദിക്റും കൂടിയിരുന്നു, അവർ ഒരു പണിക്കും പോകുന്നില്ല. ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾക്ക് എവിടുന്ന തിന്നാനും കുടിക്കാനൊക്കെ? അത് പിന്നെ ആരെങ്കിലുമൊക്കെ തരുമല്ലോ, അവിടെ നിന്ന് കിപ്പ വരാന്ന് പറഞ്ഞു ഉമർ തങ്ങൾ വടിയേറ്റു വന്ന് ഓടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ വിചാരിച്ചോ ആകാശ ലോകത്തിന് ദീനാറും ദിർഹമും മുമ്പ് ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? പോയി പണിയെടുക്കുക, എന്നിട്ട് മതി നിങ്ങളുടെ ഈ ജോലി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിയോടിച്ചിട്ടുണ്ട്. എന്തേ? അസ്ബാബുകൾ സ്വീകരിക്കണം, നമ്മൾ കാരണങ്ങൾ നമ്മൾ തേടണം, അപ്പോഴേ കാര്യം അല്ലാഹു നടത്തി തരും. പക്ഷേ ആ കാരണങ്ങൾ ഇല്ലാതായാൽ എന്ത് ചെയ്യും? സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ല, 90 വയസ്സ് കഴിഞ്ഞു, ഭാര്യ പ്രസവിച്ചിട്ടുമില്ല. ഭാര്യ ഷി വാസ് ബാരൻ, അവര് മച്ചിയായ പെണ്ണാണ്. ഭാര്യയ്ക്ക് അത്ര തന്നെ വയസ്സുണ്ട്, വൃദ്ധയായിട്ടുണ്ട്. കുട്ടിണ്ടാവും ഒരു പ്രതീക്ഷയില്ല. സക്കരിയ നബി പറയുന്ന വാക്ക് നോക്കണേ. സക്കരിയ നബിയുടെ മെഹ്റാബ് ഉണ്ട്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും റൂം എന്നർത്ഥം. അപ്പൊ നമ്മൾ ഇമാമ് നിൽക്കണ ഒരു എൻക്ലൈവിന് മെഹ്റാബ് എന്ന് പറയും. പക്ഷെ മെഹ്റാബ് എന്ന വാക്കിനർത്ഥം ഗുർഫ, ചേംബർ, ഒരു റൂം എന്നതിന് അർത്ഥമുള്ളൂ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്ത മെഹ്റാബ് മറിയം, അത് ബൈത്തുൽ മുഖദ്ദസിന്റെ താഴെ പള്ളിയിലുണ്ട്. മെഹ്റാബ് സക്കരിയ നബി അലൈഹിസ്സലാം ഇബാദത്ത് എടുത്ത സ്ഥലം, അതും മസ്ജിദുൽ അഖ്സയിലുണ്ട്. അതൊക്കെ ഒരു റൂമാണ്. ആ റൂമിനാണ് ഈ മെഹ്റാബ് എന്ന് പറയാം. മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെ ഇബാദത്തിനിരിക്കുമ്പോ പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് വരുന്നു മറിയം ബീവിയുടെ മുമ്പിലേക്ക്. ആ നാട്ടിൽ കിട്ടുന്നില്ല അത്. അപ്പോ യാ മറിയമു അന്നാ ലകി ഹാദാ, മറിയമേ എവിടുന്നാണ് നിങ്ങൾക്ക് ഈ പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്നത്? മുന്തിരി ഇല്ലാത്ത ഓഫ് സീസണിൽ കാണാം മുന്തിരി, അവിടെ ആപ്പിള്, ഓറഞ്ച്, ബെറീസ്, ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു മറിയമേ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇതെനിക്ക് അല്ലാഹു തരുന്നതാണ് സക്കരിയ നബിയേ. അങ്ങനെയോ? ഒരാൾ കൊണ്ടുകൊടുക്കാതെ, ഒരു കച്ചവടക്കാരൻ ഇടപെടാതെ, ഒരു ഡെലിവറി ബോയിയുടെ സഹായം പോലുമില്ലാതെ മറിയം ബീവിയുടെ റൂമിനുള്ളിലേക്ക് പഴം കൊണ്ടുകൊടുക്കാൻ സബബുകളില്ലാതെ അല്ലാഹു ചെയ്യുകയാണെങ്കിൽ, എന്റെ ശരീരം ദുർബലമാണ്, തലയും ശരീരം മുഴുവനും നരബാധിച്ച് തിളങ്ങുകയാണ്. വഹനൽ അദമു മിന്നി, എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു റബ്ബേ, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. എന്റെ ഭാര്യയാണെങ്കിലോ വകാനത് ഇംറഅതി ആഖിറ, എന്റെ ഭാര്യ പ്രസവിച്ചിട്ടുമില്ല, അവളും വൃദ്ധയാണ്. എന്നാലും പടച്ചവനെ, ലം അകും ബിദുആഇ റബ്ബി റബ്ബിക ഷഖിയാ, പടച്ചവനെ ബിദുആഇ റബ്ബി ഷഖിയാ, എന്റെ റബ്ബിനോട് ദുആയിരന്നാൽ ഞാൻ ഒരിക്കലും പരാജിതനാകുകയില്ലല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. റബ്ബേ, സബബുകൾ വേണം ഒരു കുട്ടി ഉണ്ടാവാൻ. മാതാപിതാക്കൾ എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് ആരോഗ്യം വേണം, ശരീരം അതിന് അനുയോജ്യമായിരിക്കണം.
ഇവിടെ രണ്ടും ശരിയല്ല. ഭാര്യ വൃദ്ധയാണ്, ഭർത്താവും വൃദ്ധനാണ്. എന്നാൽ സബബുകളില്ലാതെ മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്ത റബ്ബേ, ഹുനാലിക അവിടെ വെച്ച് സക്കരിയ നബി ദുആ ചെയ്തു, ഇത് നിനക്ക് സാധ്യമാണല്ലോ റബ്ബേ, എങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ തരാനും നിനക്ക് കഴിയുമല്ലോ. അങ്ങനെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് നല്ലൊരു മോനെ വേണമെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു കൊടുത്ത മോനാണ് യഹ്യ അലൈഹിസ്സലാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കും. യഹ്യ നബി അലൈഹിസ്സലാം സബബില്ലാതെ കിട്ടിയ മോനാണ്. അസ്ബാബുകൾ മുഴുവനും മുമ്പിൽ അടയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കനം കൂടും, ശരിക്ക് കനം കൂടും. നമുക്ക് ഏതെങ്കിലും ഒരു പ്രതീക്ഷ, മക്കളൊക്കെ നല്ല വരുമാനമുണ്ട്, മക്കളൊക്കെ ജോലിയിലാണ്, ബാപ്പ അള്ളാഹു റിസ്ക് തരണേന്ന് ദ്വാരക്കൊന്നും വലിയ പവർ ഉണ്ടാവില്ല. എൻ്റെ കുട്ടി അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങനെ കൊട്ടയിഞ്ഞ് വന്നു എന്ന് വിചാരിക്കുക, എന്നിട്ടുണ്ട് ഒരു ദ്വാ, അതിന് ഭയങ്കര പവറായിരിക്കും അല്ലേ. ആരോഗ്യത്തിന് പോവാണ്, ഇപ്പൊ കാര്യമായ കുഴപ്പമൊന്നുമില്ല, പഠിച്ചവനെ അസുഖം വലുതും തരരുതേ എന്ന് ചോദിക്കുമ്പോഴൊന്നും വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ചെറുതായിട്ടുണ്ടോന്നൊരു സംശയം ഡോക്ടർ പറഞ്ഞിട്ട് ദ്വാരക്കണ ദുആ ഒരു വേറെ ദുആയാണ്. അതിനാണ് മുൽത്തറായ മനുഷ്യൻ എന്ന് പറയാം. ആ ചോദ്യത്തിന് അല്ലാഹു ഉത്തരം തന്നിരിക്കും. ഹബീബായ നബി തങ്ങളെ അട്ടിയോടിച്ചിട്ട് ത്വായിഫുകാരെ ഹബീബിന്റെ കാലിൽ നിന്ന് ചോര വന്ന് കാൽ ചോര ഒലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദാസ് എന്ന് പറയുന്ന നീനവക്കാരന്റെ കൂടെ ഹബീബായ നബി തങ്ങൾ ഖർനു സാലിബിന്റെ പാറക്കൂട്ടങ്ങളിൽ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഹബീബ് ഒരു ദുആ ചെയ്തു. ആ ദുആന്റെ ഉത്തരമാണ് ഇസ്രാ മിഅ്റാജ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ബസ്സി വഹുസ്നി വഹവാനി വഖില്ലത ഹീലതി. പടച്ചവനെ, ഞാൻ ദുർബലനാണ് റബ്ബേ, തന്ത്രങ്ങൾ എൻ്റെ കൈകളിലില്ല റബ്ബേ, ഞാൻ കഴിവില്ലാത്തൊരു മനുഷ്യനാണ് റബ്ബേ, ഞാൻ പ്രയാസത്തിലാണ്. ഇലാ മൻ തകിലുനി, ആരിലേക്കാണ് റബ്ബേ എൻ്റെ വിഷയം നീ ഏൽപ്പിക്കുന്നത്? അം ഇലാ ജബ്ബാരിൻ യതജഹമുനി, എന്നെ അടക്കി ഭരിക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യനെയാണോ റബ്ബേ നീ എൻ്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്? അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ മുഖത്തിന്റെ പ്രകാശത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്. അഊദു ബിനൂരി വജ്ഹികല്ലദി അശ്റഖത് ബിഹിൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ അൻ യഹില്ല അലയ്യ ഗളബുക്. അല്ലാഹുവേ, നീ എന്നോട് ദേഷ്യപ്പെടരുത് റബ്ബേ. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, എൻ്റെ കാലിൽ നിന്ന് ചോര വരുമ്പോ ഭ്രാന്തന്മാരെ കാണുന്ന പോലെ ഖുറശിയായ ഹാഷിമിയായ എന്നെ എൻ്റെ ഉമ്മയുടെ നാട്ടുകാരിങ്ങനെ ആട്ടി ഓടിക്കുമ്പോ, പടച്ചവനെ, നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല റബ്ബേ, ഞാനത് സഹിക്കാം. നീ എന്നോട് ദേഷ്യപ്പെടരുതേ. ലക്കൽ ഉത്ബാ ഹത്താ തർളാ, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദാത്തിന് മതിവരോളം നിനക്ക് തന്നെയാണ് സ്തുതി, നിനക്ക് തന്നെയാണ് ശുക്ർ, നിനക്ക് മാത്രമാണ് റബ്ബേ നന്ദി. ആ ദുആഇന്റെ ഉത്തരമാണ് ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇസ്രാഇന്റെ ആയത്ത്, സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്തിന്റെ അവസാനം അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് എന്ന് റബ്ബ് തആല പറയുമ്പോൾ, നബിയേ, അങ്ങേ എന്താണ് ത്വായിഫുകാർ ചെയ്തതെന്ന് അല്ലാഹു കണ്ടിട്ടുണ്ട് നബിയേ. ഖർനു സാലിബ്, ഇന്ന് ത്വായിഫുകാര് ബൈ റോഡ് വരുമ്പോ ത്വായിഫുകാരുടെ അവരുടെ മീഖാത്താണ് ഖർനു സാലിബ്. ആ ഖർനു സാലിബിൽ എത്തി നിൽക്കുമ്പോ ഹബീബാ നബി തങ്ങൾ ചെയ്ത ദുആ അല്ലാഹു കേട്ടിട്ടുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് നബിയേ. ഈ ആയത്ത് നോക്കി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ الذي باركنا حوله إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. റജബ് 27 പരിശുദ്ധമായ രാവിൽ ഉമ്മുഹാനി ബീവി എന്ന അവിടുത്തെ കസിൻ സിസ്റ്ററാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി.
ഉമ്മു ഹാനി ബീവിയുടെ വീട്ടിൽ നബി തങ്ങൾ കിടന്നുറങ്ങുന്ന രാത്രിയിലാണ് കഅബാലയത്തിന്റെ അരികത്ത് നിന്ന് ബുറാഖ് എന്ന വാഹനപ്പുറത്ത് പുണ്യ നബിയെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോകുന്നത്. ആ വാഹനം ഒരു സമാവിയായ വാഹനമാണ്, സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന വാഹനമാണ്. എവിടെയാണോ അതിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് അതിന്റെ കുളമ്പ് വെക്കുന്നത്. അങ്ങനെ സ്പീഡിൽ പോകാൻ കഴിയുന്ന ഒരു വാഹനം കൊണ്ട് സെക്കൻഡുകൾ എടുത്ത യാത്രയാണ് ഇസ്രാ മെഹറാജിന്റെ യാത്ര. ഇസ്രാ ഭൂമിയിലാണ്, മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക്. മെഹറാജ് ജെറൂസലേമിലെ ഖുബ്ബത്തുസ് സുഹ്റ എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ സ്വർണ്ണ കുബ്ബ കാണുന്ന മസ്ജിദുൽ അഖ്സന്റെ കൂടെ കാണുന്ന പള്ളിയില്ലേ സ്വർണ്ണ കുബ്ബയുള്ളത്, ആ കുബ്ബയുള്ള പള്ളിന്റെ ഉള്ളിൽ ഒരു പാറയാണ്. ഏകദേശം നമ്മുടെ ഈ ഒരു ഭാഗം, സ്റ്റേജിന്റെ ഈ ഫ്രണ്ട് ഭാഗം, സദസ്സിൽ ഇത്രയും വലുപ്പമുള്ള ഒരു പാറയാണ്. ആ പാറക്ക് ചുറ്റും നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അതിന്റെ മീതയാണ് സ്വർണ്ണ കുബ്ബ. മസ്ജിദുൽ അഖ്സ സ്വർണ്ണ കുബ്ബ അല്ലല്ലോ, മസ്ജിദുൽ അഖ്സ ഒരു ഗ്രേ കറുപ്പ് നിറമാണ്, കുറച്ചൊരു 100-200 മീറ്റർ അപ്പുറത്ത്. പക്ഷെ എപ്പോഴും കാണാൻ ഭംഗിയുള്ളതാകുമ്പോൾ എല്ലാ ചിത്രത്തിലും സ്വർണ്ണ കുബ്ബയെ കാണിച്ചു കൊടുക്കുക. അത് മസ്ജിദുൽ അഖ്സ അല്ല, നിസ്കരിച്ച പള്ളിന്റെ അപ്പുറത്താണ്. ഇത് മെഹറാജ് പോയ പാറ ആ പള്ളിന്റെ ഉള്ളിലാണ്. ആ പാറന്റെ മുകളിൽ അമവി ഭരണാധികാരി അബ്ദുൽ മലിക് ബിൻ മർവാൻ അന്നുണ്ടാക്കിയ ഒരു പള്ളിയാണത്. സ്വർണ്ണക്കപ്പ് അടുത്ത കാലത്താണ്, 960കളിലാണ് അതിന് സ്വർണ്ണം പൂശിയതെന്ന് പറയും. സലാഹുദ്ദീൻ അയ്യൂബിന്റെ കാലത്ത് ഇതിന് റിനോവേഷൻ നടന്നു. ഒരുപാട് കാലഘട്ടം, വലിയൊരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയാണ് മസ്ജിദുൽ അഖ്സക്കടുത്തുള്ള ഈ ഖുബ്ബത്തുസ് സുഹ്റ പള്ളി. ആ പാറന്റെ മുകളിൽ നിന്ന് ഏഴാകാശങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് മക്ക ഇന്ന് പോയില്ല? കഅബാലയം അവിടെയാണ്. 1,00,000 നിസ്കാരത്തിന്റെ കൂലിയാണ് സ്വലാത്തുൻ ഫീഹാ. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം ബിമിഅതി അൽഫി സ്വലാഹ്, 1,00,000 നിസ്കാരത്തിന്റെ സ്ഥാനമാണ്, കൂലിയാണ് അതിന്. അല്ലാഹുമ്മ അക്തുബ്നാ ഫിൽ മസ്ജിദിൽ ഹറാമി സ്വലവാത്തിൻ കസീറ. ഒരുപാട് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാതെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് നേരിട്ട് 7 ആകാശങ്ങളിലേക്ക് നബി തങ്ങൾ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? തെളിവ് കൊടുക്കാൻ അവർക്ക് മനസ്സിലാവുന്ന തെളിവ് കിട്ടൂല. നേരെ മറിച്ച് മസ്ജിദുൽ അഖ്സ ഇവർ യാത്ര പോകുന്ന നാടാണ്. ജെറൂസലേം കഴിഞ്ഞാൽ പിന്നെ മെഡിറ്ററേനിയൻ കടലാണ്. മെഡിറ്ററേനിയൻ കടലിന്റെ നടുവിലെ സൈപ്രസ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയാണ്, റോമാണ്, സ്പെയിനാണ്. അങ്ങനെയാണ് കടന്നു പോകാം. യൂറോപ്പിലേക്കുള്ള പടിവാതിലാണ് മസ്ജിദുൽ അഖ്സന്റെ ഭാഗം. അത് യൂറോപ്പാണ്. പിന്നെ അങ്ങോട്ട് യൂറോപ്യൻ കടലല്ലേ, മെഡിറ്ററേനിയൻ കടലേ. ആ കടൽ കടന്നാൽ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഈസ്റ്റേൺ യൂറോപ്പ്, പിന്നെ അങ്ങ് മിഡിൽ, പിന്നെ അങ്ങ് ഫാർ നോർത്തേൺ രാജ്യങ്ങളൊക്കെ അങ്ങോട്ടാ പോവുക. ആ ഒരു യാത്രയ്ക്ക് അവർ പോകുന്നത് മദീന വഴിയാണ്. മദീന വഴി ജെറൂസലേമിലേക്ക് പോയി പരിചയമുണ്ട്. 20 ദിവസം എടുക്കും പോയി വരാൻ. മസ്ജിദുൽ അഖ്സയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാ മസ്ജിദുൽ അഖ്സയുടെ വാതിലിന്റെ എണ്ണം എത്ര? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു, ഞാൻ അതിലേക്ക് നോക്കുന്നു. മറുപടി പറയുന്നു. എത്ര ജനല്? തങ്ങൾ എണ്ണം പറഞ്ഞു. എത്ര സ്റ്റെപ്പുകള്? തങ്ങൾ പറഞ്ഞു കൊടുത്തു. എത്ര തൂണുകള്? തങ്ങൾ പറഞ്ഞു കൊടുത്തു. പുറമെ അബൂജഹലെ, നിങ്ങളുടെ കച്ചവട സംഘം, നിങ്ങളുടെ കാരവാൻ മരുഭൂമിയിലുണ്ട്. നാളെ വൈകുന്നേരമാകുമ്പോൾ അവർ മക്കയിലെത്തും. നിങ്ങളുടേത് ബനൂ തമീം ഗോത്രക്കാർ, നിങ്ങളുടെ കച്ചവട സംഘം മറ്റന്നാൾ രാവിലെ ഇവിടെ എത്തും. അവർ പോരുന്ന വഴിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടേത് ഈ നാളെ രാവിലെ ഇവിടെ എത്തിയിരിക്കും. ഓരോ കച്ചവട സംഘത്തെയും നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ കണ്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പായി. ദുന്യാവിൽ ഇത്ര സ്പീഡിൽ സമയവും സ്ഥാനവും ബാധിക്കാതെ ഒരു യാത്ര നടത്താൻ പുണ്യനബി തങ്ങൾക്ക് സാധ്യമാണെങ്കിൽ അവിടെ അങ്ങോട്ട് പോകുന്ന യാത്രയെ സംബന്ധിച്ച് പറയേണ്ടതില്ല. ദുന്യവിയായ ലോകത്ത് മനുഷ്യന്റെ ഫിസിക്കൽ ഡൈമെൻഷൻസ് ഇതിനെ മുഴുവനും അതിജയിച്ചുകൊണ്ടൊരു യാത്ര ദുന്യാവിൽ നടത്താൻ നബി തങ്ങൾക്ക് സാധ്യമായാൽ അവർക്ക് ഒരു ആക്സസും ഇല്ലാത്ത മലകൂത്തു സമായിൽ അള്ളാഹു ഏത് വിധേന കൊണ്ടുപോയാലും അവർക്ക് പ്രശ്നമില്ല. കാരണം ദുന്യാവിൽ ഇത് സാധ്യമാണെങ്കിൽ പിന്നെ മെഹറാജിന്റെ കാര്യത്തിൽ പ്രയാസമില്ല. അതുകൊണ്ടാണ് ഇസ്രാ വ്യക്തമായി പറഞ്ഞ പോലെ മെഹറാജ് സൂറത്തുൻ നജ്മിൽ അള്ളാഹു വ്യക്തമായി പറയാതിരുന്നത്. എന്തേ? ദുന്യാവിലെ യാത്ര നിങ്ങൾക്ക് തിരിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര മനസ്സിലാക്കാവുന്നതേ. ഇത് അള്ളാഹുവിന് സാധ്യമാണെങ്കിൽ പിന്നെ എന്തേ അള്ളാഹുക്ക് സാധ്യമല്ലാത്തത്? وما جعلنا الرؤيا التي أريناك إلا فتنة للناس. നമ്മൾ അറിയണം, ഹബീബായ നബിയുടെ ജീവിതത്തിൽ 3 പ്രധാന സംഭവങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഹബീബിന്റെ നുബുവത്ത്,
ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ എന്ന് നബി തങ്ങളോട് പറയുന്ന ആ ആദ്യത്തെ റെവലേഷൻ, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മഹാത്ഭുതം ഇസ്റാ മിഅ്റാജാണ്. മൂന്നാമത്തെ മഹാത്ഭുതമാണ് ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര. ഈ 3 സംഭവങ്ങളാണ് ഹബീബായ നബിയുടെ റിസാലത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ടത്. ഇസ്റാ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധമായ ഹിജ്റ നടക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹു വിജയത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യാത്രക്ക് സമയം എടുത്തിട്ടില്ല. പക്ഷേ നബിതങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും തമ്മിൽ സംഭാഷണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കാഴ്ചകൾ നോക്കിക്കാണുന്ന സമയം പുണ്യ നിബിതങ്ങളുടെ ബശരീയത്ത്, നിബിതങ്ങൾ മനുഷ്യരാണ്, നിബിതങ്ങൾക്ക് സമയം ബാധകമാണ്. അവിടെ പുണ്യ നിബിതങ്ങൾ സംസാരിച്ച വിഷയങ്ങൾക്കുള്ള സമയം എടുത്തിട്ടുള്ളൂ, യാത്രക്ക് സമയം എടുത്തിട്ടില്ല. യാത്ര അള്ളാഹു കൊണ്ടുപോയ റബ്ബാനിയായ ഇടപെടലാണ്. അള്ളാഹുവിനെ മനസ്സിലായാൽ പിന്നെ യാത്ര മനസ്സിലാക്കാൻ പറയാം. അള്ളാഹിനെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാന മനസ്സിലായാൽ അതിനപ്പുറം പറയുന്ന വിഷയം ഈ സുബ്ഹാന എന്ന പരിശുദ്ധമായ വിശേഷണം സാധ്യമായ അള്ളാഹുവിന്റെ ഇടപെടലാണ്. എന്താ അവിടെ പറയാൻ? ഒന്നും പറയാനില്ല. അള്ളാഹ്ക്ക് അത് സാധിക്കുന്നില്ല, സംശയമുണ്ടോ? ഇല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ ആദ്യമായി ഹബീബിന് കുടിക്കാൻ കൊടുക്കുന്ന 2 കപ്പ് വെള്ളം, ഒന്നിൽ മദ്യമാണ്, ഒന്നിൽ പാലാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളുടെ കൈകളിൽ കൊടുത്തപ്പോൾ ഫഖ്താറൽ ലബൻ, നബി തങ്ങൾ പാല് തിരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഹുദീതൽ ഫിത്ര, നബിയെ പരിശുദ്ധമായ മനുഷ്യന്റെ പ്രകൃതമാണ് നബിയെ അങ്ങ് തിരഞ്ഞെടുത്തത്. കാരണം പാല് അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെ തന്നെയാണ്. മൃഗത്തിൽ നിന്ന് കിട്ടുന്നു, നേരെ കുടിക്കുന്നു. കള്ള് അത് മുന്തിരി എന്ന റബ്ബുണ്ടാക്കിയ പഴത്തിൽ നിന്ന് മനുഷ്യൻ ഇടപെട്ട് അതിനെ കേടുവരുത്തി മദ്യമാക്കിയതാണ്, മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കാൻ. അതുകൊണ്ട് അത് ഫിത്രത്തിന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. മറ്റേത് പ്രകൃതിപരമായ ഭക്ഷണമാണ്. നബിയെ അങ്ങ് തെരഞ്ഞെടുത്തത് നല്ല ഭക്ഷണമാണ്. നോക്കണം, അന്ന് മദ്യം ഹറാമായിട്ടില്ല, പക്ഷേ മദ്യം കാണിച്ചു കൊടുത്തത് ഹറാമാകാൻ പോവുകയാ. മദീന കാലഘട്ടത്തിന്റെ ശേഷമാണ് മദ്യം ഹറാമാകുന്നത്. ആദ്യം ഇറങ്ങുന്ന മദ്യവും ലഹരിയും നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറയാൻ തുടക്കം കുറിച്ച ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ഥമറാത്തിൻ നഖീലി വൽ അനാബ് ومن ثمرات النخيل والعناب تتخذون منه سكرا ورزقا حسنا. മുന്തിരിയിൽ നിന്നും ഈത്തപ്പഴത്തിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നതും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുവല്ലോ. മത്ത് പിടിപ്പിക്കുന്ന സഖറൻ, അറബ് ഭാഷ അറിയുന്നത് നെക്കിറയാണ്. റിസ്ഖൻ എന്ന് പറഞ്ഞത് നെക്കിറയാണ്. നെക്കിറയെ വസ്ഫ് ചെയ്തു. എങ്ങനെ? റിസ്ഖൻ, ആ റിസ്ഖിനെ അല്ലാഹു വിശേഷിപ്പിച്ചു റിസ്ഖൻ ഹസന, നല്ല ഭക്ഷണം. പക്ഷെ സഖർ, മദ്യത്തിൽ നിന്ന് വരുന്ന മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നല്ല മത്ത് എന്ന് പറഞ്ഞില്ല. അവിടെ തന്നെ സ്വഹാബത്തിന് പിടികിട്ടി, ഇതിലെന്തോ നന്മയില്ലായ്മയുണ്ട്. നിങ്ങളുടെ മദ്യം നിങ്ങൾക്ക് ദോഷമാണ് എന്ന് അള്ളാഹു പറയാൻ പോകുന്നതിന്റെ ആരംഭമാണിത്. ഈ ആയത്തിന്റെ ആശയം മൻസൂഖാണ്. കാരണം മദ്യ നിരോധനം വന്നിട്ടുണ്ട്. പിന്നീട് 4 സ്റ്റെപ്പിലൂടെയാണ് മദ്യം നിരോധിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത് എന്നാ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരുത്തം വെറുതെ ഖുർആന്റെ പരിഭാഷയൊക്കെ ഒന്ന് വായിച്ചാൽ ഇസ്ലാം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടെങ്ങാനും ഈ ആയത്ത് നോക്കി അതിന്റെ വ്യാഖ്യാനം നോക്കാതിരുന്നാൽ എന്താണ് ഈ മൂല്യന്മാർ ഇങ്ങനെ പേടിപ്പിച്ചാൽ ചെയ്യുക? നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും. അതിന്റെ ഇപ്പുറത്ത് വേറെ ആയത്ത് വരുന്നുണ്ട്, ഒരിക്കലും തുടരുത്. ആ ആയത്ത് വരുന്നതിന്റെ മുമ്പ് വന്ന ആയത്താണ് ഇത്. മൻസൂഖാൻ, ഇത് ക്യാൻസൽഡ് ആണ് ഇതിന്റെ ആശയം. പിന്നെ അവസാനം പറഞ്ഞ അള്ളാഹുവിന്റെ നിയമമാണ് ഇന്നമൽ ഖംറു വൽ മൈസിർ വല്ലൻസ്വാബു വല്ലസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വിജയം വേണമോ മദ്യവും ശകുനം നോക്കലും ബഹുദൈവ ആരാധനയും നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. ചൂതാട്ടവും ഗാംബ്ലിംഗ് വിജയിക്കണോ? തൊടാൻ പാടില്ല എന്ന് പറയും. അത് ലാസ്റ്റ് വന്ന ആയത്താണ്. അതിന് മുമ്പ് നിസ്കരിക്കാൻ പോകുമ്പോ കുടിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ കുറെ ആൾക്കാർ ആദ്യം നിർത്തി. ചിലര് നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കില്ല, നിസ്കാരം കഴിഞ്ഞ് ഇശ കഴിഞ്ഞിട്ട് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. മൂത്രച്ചൂടാന്ന് പറഞ്ഞ് കുടിക്കണ മഹാന്മാരുണ്ട് നമ്മളെ നാട്ടില്.
ഹറാമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ ഒരു മരുന്നും അല്ലാഹു വെച്ചിട്ടില്ല. മാ ജഅലല്ലാഹു ശിഫാഅൻ ഫീമാ ഹറം. അല്ലാഹു ഹറാമാക്കിയതിൽ ഒരു മരുന്നുമില്ല. വെറുതെ പറയാ കുടിയന്മാർ എന്തെങ്കിലും പറഞ്ഞു കുടിക്കൂലേ, അതിന് പറയണത് മൂത്രച്ചൂടിന് കുടിക്കാന്ന്. പച്ച ഹറാമ് ചെയ്യുക, അത് ന്യായീകരിക്കും ചെയ്യുക. അല്ലാഹു ഹറാമാക്കിയതിൽ ഒരു മരുന്നും അല്ലാഹു വെച്ചിട്ടില്ല. മനുഷ്യന്മാരുണ്ടാക്കി പറഞ്ഞ എന്ത് ചെയ്യും? അല്ലാഹു മദ്യനിരോധനം നടത്തുന്നതിന്റെ മുമ്പ് നൽകുന്ന സൂചനയാണ് ഇസ്രാ മിഅ്റാജിൽ ഹബീബായ നബി തങ്ങൾക്ക് പാലും ലഹരിയുള്ള മദ്യവും കൊടുത്തപ്പോ തങ്ങൾ മദ്യം തൊടാതെ പാലാണ് കുടിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പുണ്യ നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്തർതൽ ഫിത്റ, നബിയെ പ്രകൃതി ശുദ്ധമായ അല്ലാഹു ശുദ്ധമാക്കി വെച്ച മനുഷ്യന്റെ പ്രകൃതിയോട് യോജിച്ചതാണ് നബിയെ അങ്ങ് കുടിച്ചത്. അത് ഭക്ഷണമാണ്. മുന്തിരി അത് ഹലാലാണ്, മുന്തിരി ജ്യൂസും ഹലാലാ. പക്ഷെ അത് കുഴിച്ചിട്ടിട്ട് മദ്യമാക്കി മാറ്റുന്നത്, ഇത് കുഴിച്ചിടാതെ ഫാക്ടറിയിൽ നിന്ന് പല സാധനങ്ങളും ചേർത്തിട്ട് ലഹരിയാക്കുന്നത്, ഇത് മനുഷ്യന്റെ കൈകടത്തലാണ്. അത് വരുന്നിടത്ത് പ്രശ്നമുണ്ട്. അള്ളാഹു നേരിട്ട് തരുന്ന റിസ്ക്കിൽ ഒരു കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. പുണ്യ നബിതങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ മെസ്സേജ്, ഉമ്മത്തിന് നൽകുന്ന മെസ്സേജാണ് ഇസ്രാ മിഅ്റാജ്. മനസ്സിലാകുമ്പോ ലഹരിയോട് മനുഷ്യൻ നോ പറയേണ്ടത് അനിവാര്യമല്ലേ? നമ്മുടെ സ്കൂളുകളും ക്യാമ്പസുകളിലും ലഹരി അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോഴതിനെതിരെ ജാഗരൂകരാവേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മക്കള്, അടുത്തൊരു തലമുറ നശിക്കാൻ. മയക്കുമരുന്ന് അടിമപ്പെട്ട ഒരു സമൂഹം 10 കൊല്ലം കഴിഞ്ഞ ഭൂമിന്റെ മുകളിൽ കാണൂല, കാലായിട്ടുണ്ടാവും. അതിനപ്പുറം പോകാൻ തടിക്ക് കഴിയില്ല, ലഹരിക്ക് അടിമപ്പെട്ട. അതുകൊണ്ട് 10 കൊല്ലത്തെ ആയുസുള്ളൂ എന്ന് എഴുതി വെച്ചോട്ടെ. ഡോക്ടർമാർ പറയും അത്രേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ലിവറും കിഡ്നിയും ഒക്കെ പോയിട്ടുണ്ടാവും. മിനിമം മരിക്കണല്ലോ എന്ന് പേടിച്ചിട്ടെങ്കിലും നിർത്തിക്കോട്ടെ. അതായത് മെഡിക്കൽ സയൻസ് പറയുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും തുടരുത് എന്നാ പറയുന്നത്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു സംഘം ആളുകളെ കാണുന്നത്. അവര് വിത്തുകൾ വിതറുന്നുണ്ട്, ഉടനെ കൊയ്തെടുക്കുന്നുണ്ട്, വീണ്ടും വിതറുന്നു, കൊയ്തെടുക്കുന്നു. ആരാണ് കൃഷി ചെയ്യുന്നത്? ഉലൈക ശുഹദാ. നബിയേ, ഇത് അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ശുഹദാഇന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് നബിയേ. അവിടുന്ന് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ചില ആളുകളെ നബി തങ്ങൾ കണ്ടു, ചോരപ്പുഴയിൽ അവർ നീന്തുകയാണ്. സ്വഹീഹ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളാണ് സുനനുകളിൽ വന്നത്. ഇമാം അബൂ ദാവൂദ് എന്നിവരും നസായി തങ്ങളുടെ ഒക്കെ സുനനുകളിൽ, തുർമുദി ഇമാമിന്റെ റിവായത്തുകളിലൊക്കെ വന്നത്. ചോരപ്പുഴയിൽ ചില ആളുകൾ നീന്തുന്നുണ്ട്. ഹബീബിന് അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന കാഴ്ചകൾ നോക്കണം. പുണ്യ നബി തങ്ങൾ അഫതുമാറൂനഹു അലാ മാ യറാ, എന്റെ റസൂല് കാണുന്നു, എന്റെ റസൂല് കണ്ടു എന്ന് പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. അല്ലാഹു നൽകുന്ന വഹയല്ലാതെ എന്റെ റസൂല് സംസാരിക്കാറില്ലല്ലോ. അങ്ങനത്തെ റസൂലിനോട് എന്തിനാ നിങ്ങൾ തർക്കിക്കാൻ പോകുന്നത്? എന്റെ റസൂല് പറയുന്നത് സത്യമാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ് സൂറത്തുൻ നജ്മിൽ. ഫതുമാറൂനഹു അലാ മാ യറാ. Do you argue with him for what he can see? നബി തങ്ങൾ കണ്ട വിഷയങ്ങളാ, തങ്ങൾ കാണാൻ പറ്റുന്ന വിഷയങ്ങളാ. അത് നിങ്ങൾ എന്തിനാ നബിയോട് തർക്കിക്കാൻ പോകുന്നത്? ചോരപ്പുഴയിൽ നീന്തുന്ന ചില ആളുകൾ കരയിലേക്ക് തളർന്ന് നീന്തി കര പിടിക്കാൻ വരുമ്പോൾ, കരയിൽ നിൽക്കുന്ന ചില ആളുകൾ ഉരുളൻ കല്ലുകൊണ്ട് അവരുടെ വായിലേക്ക് എറിയുകയാണ്. ചുണ്ടും പല്ലും പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന വീണ്ടും നടുക്കടലിലേക്ക്, വീണ്ടും തിരിച്ചിങ്ങോട്ട് നീന്തുന്നു. അങ്ങനെ പലവട്ടം ഇങ്ങനെ നീന്തി കരയോടടുക്കാൻ വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്ന ഇവരാരാണ് നബിയെ, ആരാണ് ജിബ്രീലേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോൾ, നബിയേ ഹുമുൽ മുറാബൂൻ, പലിശ കൊടുക്കുന്നവരും പലിശ തിന്നുന്നവരുമാണ് നബിയേ. മുസ്ലിം ഉമ്മത്തിന് വന്ന വലിയൊരു പരീക്ഷണമാണ് ഇന്നത്തെ കാലഘട്ടം. പലിശ വിഷയമല്ലാതായി മാറിയത് അല്ലേ? ഒരു മുക്കുവണ്ടെങ്കിലും ബാങ്കിലില്ലാത്തവരാരാണുള്ളത്? ഏത് എത്ര വീടാണ് നാട്ടിലുണ്ടാകും? ബാങ്കിൽ നിന്ന് കിട്ടുന്നതിന് ഭയങ്കര വർക്കത്ത് നിന്നൊരു തോന്നലുള്ള പോലെ. ഒന്ന് അഥവാ അതൊക്കെ എടുത്ത പിറ്റേന്ന് തന്നെ കൊണ്ടേക്കും. 4-5 പവൻ വേറെ വെറുതെ കിട്ടുന്ന വിചാരം. ബാങ്കുകാർ പലിശക്കാണ് ഇടപാട് ചെയ്യുന്നത്. ഇനി ഒരുത്തം പറയും എനിക്ക് കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല, ഞാൻ തൃപ്തിയോടുകൂടെ കൊടുക്കുക, എനിക്ക് സമ്മതം എന്നാ പറഞ്ഞ ഹലാലാവോ? ഹലാലാവൂല. അപ്പോഴത് ഹറാം തന്നെയാണ്. അത് പലിശയാണ്. കുടുങ്ങിപ്പോയി ഒരു മനുഷ്യൻ, കുടുങ്ങിപ്പോയി, നിവൃത്തില്ല. അള്ളാഹിന്റെ മുമ്പിൽ പറയാൻ പറ്റിയൊരു കാരണമുണ്ടോ?
നിങ്ങൾക്ക് അപ്പം ജായിസായിരിക്കാം. അല്ലാതെ തക്കാലത്തിനും കുട്ടികളെ കെട്ടിക്കാനും കാറ് വാങ്ങാനും കുട്ടിനെ പഠിപ്പിക്കാനും ഒക്കെ പോയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിയെടുത്താൽ എങ്ങനെ ബർക്കത്തുണ്ടാവുക? എന്നിട്ട് നമ്മൾ പറയാം അള്ളാഹ് ഉത്തരം തരുന്നില്ല, അള്ളാഹ് നമ്മളെ കൈവിടിഞ്ഞു. ഉറപ്പല്ലേ? അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശ. അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു വിഷയം നമ്മളെന്താ, എവിടെയാ പലിശ കുറവ് എന്ന് നോക്കുക. പലിശ ഇല്ലാത്തതെന്നല്ല, പലിശ എവിടെ കുറവ്. മഹല്ലുകളുടെ ഭാരവാഹികളോട് സൂചിപ്പിക്കുക, പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മുടെ മഹല്ലിലൊക്കെ പൈസക്കാരുണ്ടെങ്കിൽ കൂട്ടമായൊരു സഹകരണത്തോടുകൂടെ പാവപ്പെട്ടവർക്ക് ഒരു ജാമ്യം ആരെങ്കിലും നിർത്തിക്കൊണ്ടെങ്കിലും വായ്പ അനുവദിക്കുക, പലിശയില്ലാതെ. ഇത് മനുഷ്യൻ അങ്ങോട്ടും കൂടെ സഹായിക്കേണ്ട വിഷയമാണ്. ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ അയാളോട് പലിശ വാങ്ങി ചൂഷണം ചെയ്യരുത്. ആ മനുഷ്യനെ നിങ്ങൾ സഹായിക്കണം. സഹായം കൊടുക്കുന്ന സംഖ്യ എത്ര ദിവസം കഴിഞ്ഞാണോ അവർ തിരിച്ചു തരുന്നത്, അത്രയും ദിവസം അത്രയും വലിയ സംഖ്യ നിങ്ങൾക്ക് ദാനം ചെയ്ത് കൂലി വരെ അള്ളാഹു തരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചൂഷണം ചെയ്യാ, ഒരാൾക്ക് പൈസക്ക് ആവശ്യമുണ്ട്, അവനങ്ങോട്ട് കുഴക്കിക്കളയാണ്. 10,000 എടുത്താൽ അവൻ തിരിച്ചടക്കുന്നത് 1,00,000 മേലെയാണ്, അല്ലേ? അവനോട് അടക്കാൻ പറ്റൂല. അവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയെ. തൊട്ടതിനും പിടിച്ചതിനും കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ട് നമ്മുടെ ആധാരങ്ങളും വീടുകളും ഭവനങ്ങളും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളും എല്ലാം പണയത്തിൽ എന്നിട്ട് കൂളായിട്ട് നടക്കും ചെയ്യാം. ഒന്നും ചെയ്യാത്ത അതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ? അതിനിപ്പോ എന്താ? അള്ളാന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ മതി. നബിയെ ഇൻചൊലിക്ക് നമുക്ക് മുന്നോട്ട് പോകാം, നബിയെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോകുന്നത് നല്ല മനുഷ്യർ, ആരോഗ്യമുള്ള മനുഷ്യർ. കൂർത്ത ഒരു കല്ലിൽ കൊണ്ടുവന്ന തലകൾ കുത്തി പൊളിക്കുന്നുണ്ടവരെ. എന്നിട്ട് ചതഞ്ഞരഞ്ഞ് തലയുമായി അവരെ പിറകോട്ട് വീഴുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് തല പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു, വീണ്ടും കുത്തിപ്പൊളിക്കുന്നു. എന്താണ് ജിബ്രീലേ ഇത് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി, നബിയേ 5 നേരം നിസ്കരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ട് ആ നിസ്കാരം മലംഭാവം കൊണ്ട് മടി കൊണ്ട് ചെയ്യാതിരുന്ന, മടി കാണിച്ച തലക്കനം ബാധിച്ചിരുന്ന ആളുകളെ അല്ലാഹു ശിക്ഷിക്കുന്ന രീതിയാണിത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. ഈ കാഴ്ചകൾ നമ്മളെ പേടിപ്പിക്കേണ്ട വിഷയമാണ്. ഖുർആൻ പറയാം, ഇതെന്റെ ഹബീബ് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? എന്റെ ഹബീബ് കണ്ടത് സത്യമാണ്. മാ സാഗൽ ബസറു വമാ ത്വഗാ. എന്റെ ഹബീബ് കണ്ടത് സത്യം തന്നെയാണ്. അവിടുത്തെ കണ്ണുകൾക്ക് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. വേറെ ചില ആളുകളെ കണ്ടു, അവരെ നാവുകൾ കുളത്തുകൊണ്ട് പിടിച്ച് പറിച്ച് കീറുകയാണ്. നാവുകൾ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ട്. ആരാണിത് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയേ ഖുതബാഉൽ ഫിത്ന, ഈ സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി ആളുകൾക്കിടയിൽ പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തുന്നവരാണ് ഖുതബാഉൽ ഫിത്ന. ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കിയ ഒരു കാര്യം രമ്യതയിലും സൗഹാർദ്ദത്തിലും പോകുമ്പോ ആരെങ്കിലും അതിന് ഇടങ്കോല് വെക്കുക, ആ വിഷയത്തെ അങ്ങ് നശിപ്പിക്കുക, ഒരു നല്ല കാര്യത്തിന് മുടക്ക് ചെയ്യുക. ഇത്തരം ആളുകളുടെ നാവിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയേ ഈ കാണുന്ന ശിക്ഷയെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. പോക നബിയെ, പോകാം, മുന്നോട്ട് പോകാം. ഒരുപാട് ആളുകൾ ഒരു ആഴമേറിയ വിശാലമായ വലിയ പാത്രമെന്ന് തോന്നുന്ന ഒരു സാധനത്തിന്റെ ഉള്ളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അതിന്റെ അടിഭാഗത്ത് തീ വെക്കുമ്പോൾ നഗ്നരായ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ആ കലത്തിന്റെ ബോട്ടിൽ നെക്കിലേക്ക് അവർ പുറത്ത് കടക്കാൻ വേണ്ടി എല്ലാവരും മേലോട്ട് തപ്പിപ്പിടിച്ച് കയറുമ്പോ അവരാർക്കും കയറാൻ കഴിയാതെ അവർ വെന്തുരുകയാണ്. വീണ്ടും അല്ലാഹു പൂർണ്ണ രൂപത്തിലേക്ക് അവരെ മാറ്റുന്നു. വീണ്ടും ആ കലത്തിന്റെ താഴേക്ക് വീഴുന്നു. അടിയിന്ന് ചൂടാക്കുമ്പോ തീയങ്ങ് വരുമ്പോൾ ഇവരൊക്കെ ആർത്ത് നിലവിളിച്ച് മേലോട്ട് കയറാൻ നോക്കുന്നു. അവർ നഗ്നരാണ്. പുണ്യനബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം, നബിയേ ഇവര് വ്യഭിചാരം ചെയ്തവരായിരുന്നു, അതിഷ്ടപ്പെട്ടവരായിരുന്നു. അല്ലാഹു അവരെ നശിപ്പിക്കുന്ന ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ഈ യാത്രകളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് ഹബീബിനെ കൊണ്ടുപോയത്. ഇതൊക്കെ കാണിച്ചു കൊടുക്കാനാ കൊണ്ടുപോയത്. ഈ യാത്ര വല്ലാത്തൊരു യാത്രയാണ്. ഹബീബിന്റെ മനസ്സിന് സമാധാനം നൽകുന്ന യാത്രയാണെന്നാൽ ഉമ്മത്തിന് കാര്യങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു സജ്ജമാക്കിയ യാത്രയാണിത്.
പുണ്യ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും യാത്ര പോയി കാണുന്നത് ഇരുമ്പിന്റെ കുളത്തുകളുണ്ട്. ആ കുളത്തുകൾ ചില ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ കവിളിൽ കൊളത്തി വലിച്ച് ഇങ്ങ് ചെവിയോളം കഴുത്തിനോളം അവർ കീറി മുറിക്കുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളും വികൃതമാകുന്നു, ചോര ഒലിക്കുന്നു. അവര് തന്നെ നിലവിളിച്ച് കരയുന്നുണ്ട്. അവര് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ജിബ്രീലേ മാ ഹാദാ വമൻ ഹൗലാ, എന്താണ് ഈ നടക്കുന്നത്, എന്താണ് ഇവർ, ആരാണിവർ എന്ന് ചോദിക്കുമ്പോൾ നബിയേ ഹുമുൽ വുശാതു മിൻ ഉമ്മതിക്, അങ്ങയുടെ ഉമ്മച്ചികളായി വരുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ അയൽപക്കങ്ങളിൽ നടന്നിട്ട്, കുടുംബങ്ങളിൽ നടന്ന്, നാട്ടിൽ നടന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കൊടുത്ത് അത് ആസ്വദിക്കുന്നവരായിരുന്നു നബിയെ. ഓരോരുത്തരെയും കുറിച്ച് കുറ്റം പറയുന്നത് അതൊരു ഇഷ്ടമായി കൊണ്ട് നടന്നവർ. അവരുടെ നാവ് കൊണ്ടും അവരുടെ ചുണ്ടുകൊണ്ടും അവര് വരുത്തിവെച്ച വിനകളുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ആ ശിക്ഷയുടെ ഒരു ചെറിയ രൂപമാണ് നബിയെ നിങ്ങളെ കാണുന്നത്. അവരിങ്ങനെ പറഞ്ഞു പരത്തി കുടുംബങ്ങളിൽ നാശങ്ങളും വിഘടനങ്ങളും ശത്രുതയും ഉണ്ടാക്കിയതിന് അള്ളാഹു നൽകുന്ന ശിക്ഷ ഇതാണെന്ന് അഷ്റഫുൽ ഖൽഖിന് അള്ളാഹു കാണിച്ചു കൊടുത്ത യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജിന്റെ യാത്ര. കഴിഞ്ഞ രാവിലെ നമ്മളത് കഴിഞ്ഞു പോയത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, ആ വിശുദ്ധമായ പള്ളിയുടെ ചുറ്റും അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അവിടെ ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഖബർ മസ്ജിദുൽ അഖ്സന്റെ കോമ്പൗണ്ടിലാണ്. അവിടെയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉള്ളത്. മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോ അതിന്റെ റൂട്ട് നോക്കണം. മക്കയിൽ നിന്ന് നേരെ നോർത്ത് വെസ്റ്റ് ആണ്, വടക്ക് പടിഞ്ഞാറാണ് മദീന. മദീനന്റെ നേരെ മേലെയാണ്, വടക്ക് പടിഞ്ഞാറാണ് മസ്ജിദുൽ അഖ്സ. നേർ ലൈനിലാണ്. അതുകൊണ്ടാണ് മദീനയിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഖിബ്ലതൈൻ. കണ്ടിട്ടില്ലേ? ഉംറക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ആ പള്ളി കാണിച്ചു തരും. രണ്ട് ഖിബ്ലയിലേക്ക് നിസ്കരിച്ച പള്ളിയാണ്. ഒരു ഖിബ്ല ഇങ്ങനെയാണെങ്കിൽ ബാക്കിൽ ഒരു മെഹ്റാബിന്റെ ചിത്രം ഉണ്ടാവും. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? മസ്ജിദുൽ അഖ്സ നോർത്തിൽ വടക്കായിരുന്നു, മക്ക തെക്കാണ്. വടക്കിലേക്ക് റുക്കൂഅ് ചെയ്ത മുഴുവൻ ആളുകളും നിബിധങ്ങളും ഒരുമിച്ച് റുക്കൂഅയിൽ അങ്ങോട്ട് തിരിഞ്ഞു, നേരെ ഓപ്പോസിറ്റിലേക്ക്. ഇമാമ ബാക്കിലും മുഅ്മിനീങ്ങൾ മുമ്പിലുമായി. കുഴപ്പമില്ല, വഹി നടന്ന ഒരു നിസ്കാരമാണ്. നേരെ ഓപ്പോസിറ്റ്. ആ ഒരു നേർരേഖയിൽ വരുന്ന 3 പള്ളികളാണിത്. മസ്ജിദുൽ അഖ്സ, അൽ അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരെയുള്ളത്. അപ്പൊ ഇടക്ക് ദൂരെയുള്ള സംഭവം ഉണ്ടാവും, ഇടക്ക് ദൂരെയുള്ള സ്ഥലം ഉണ്ടാവും. ആ സ്ഥലം അന്ന് അവിടെ പള്ളി വന്നിട്ടില്ല. ആ ഇടക്ക് വന്ന ഖസ്വിയായ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി. അൽ അഖ്സ ഏറ്റവും ദൂരെ എന്നല്ലേ? അപ്പൊ കുറച്ച് ദൂരമുള്ള ഒരു പള്ളിന്റെ ഇടക്ക് വരാനുണ്ട് എന്ന സൂചന അൽ അഖ്സ എന്ന വാക്കിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അന്ന് മദീനത്തെ പള്ളി ഉണ്ടായിട്ടില്ല. മദീനത്തെ പള്ളി ഉണ്ടാകുന്നതിന് ശേഷമാണ്. ആ വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് മഹാന്മാർ കിടക്കുന്നുണ്ട്. അവിടെയാണ് യൂനുസ് അലൈഹിസ്സലാം, അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെയാണ് സാറ ബീവി ഉള്ളത്, ഇബ്രാഹിം നബിയുടെ ഭാര്യ, ഇസ്ഹാഖ് നബിയുടെ ഉമ്മ. അവിടെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉള്ളത്. അവിടെയാണ് ഇസ്ഹാഖ് നബിയും ഭാര്യ റിഫ്ഖ ബീവിയും ഉള്ളത്. അവിടെയാണ് യൂസുഫ് അലൈഹിസ്സലാം ഉള്ളത്. അതൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും അവിടെ ചെന്നാൽ. മസ്ജിദുൽ അഖ്സന്റെ ചുറ്റുമാണ്. ഇങ്ങനെ ബറക്കത്തുള്ള വല്ലാത്തൊരു നാട്, അർളുൽ മഹ്ശരി വൽ മൻശർ. നാളെ അല്ലാഹു ഖിയാമത്ത് നാൾ സംവിധാനിക്കുമ്പോൾ വിചാരണ ചെയ്യുന്ന മൈതാനം മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ജെറൂസലേമും അതിന്റെ പരിസരങ്ങളുമായിരിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. ഭൂമി അല്ലാഹു നിരപ്പാക്കും. മഹ്ശറ എന്ന ആ സ്ഥലം വരുന്നത് ഇന്നത്തെ ഫലസ്തീൻ നിൽക്കുന്ന പ്രദേശമാണ്. മഹ്ശർ ഉണ്ടാകുന്നത് അവിടെയായിരിക്കും. ഇന്നത്തെ ജോർഡാൻ, ലെബനോൻ, സിറിയ, ഫലസ്തീൻ, ഈ ഏരിയക്കാണ് അന്ന് ഷാം എന്ന് പറയാൻ. പ്രധാനപ്പെട്ട ഫലസ്തീൻ തന്നെയാണ് അതിൽ. അവിടെയാണ് മഹ്ശറ സംവിധാനിക്കപ്പെടുന്നത്. അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്തിന്റെ മുമ്പായി വരുന്നത്. ഈ ഷാമിലാണ്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാ, വെളുത്ത ഒരു മുനാരത്തിലൂടെ സുബഹി നേരം 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് യഖ്തുറു മിൻ റഅസിഹി മിഥ്ലുൽ ജുമാൻ, മുത്തുപോലോത്ത വളരെ മനോഹരമായ
വജ്രകണങ്ങളെ പോലോത്ത വെള്ളത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുന്ന പോലെ ഈസാ നബി അലൈഹിസ്സലാം കുളിച്ചിറങ്ങുന്ന പോലെ അൽ മനാറത്തുൽ ബൈളാ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ മുനാരത്തിലൂടെയാണ് വരിക. ഇത് പറയുമ്പോഴേ ഡമസ്കസ് എന്ന് പറഞ്ഞ നാട് തങ്ങൾ ഈ പറയുന്ന സമയത്തില്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. അതിനുശേഷം ഉണ്ടായ നാടാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തെ കൂഫയും ബസറയും ഉണ്ടാണ്. അതുവരെ ഈ ഇറാഖിൽ ആ രണ്ട് നാടില്ല, ആ രണ്ട് പ്രവിശ്യകളില്ല. എന്ന പോലെ ഡമസ്കസ് ഇല്ലായിരുന്നു. തങ്ങളുടെ പേരാ ഡമസ്കസ്. അവിടെ ഒരു നഗരം വരും. ഇന്ന് സിറിയന്റെ തലസ്ഥാനം. അവിടെ വലിയൊരു പള്ളിയുണ്ട്. ഇന്നുണ്ട് ആ പള്ളി, അൽ മസ്ജിദുൽ അമവി. 1350 കൊല്ലായി, 1400 കൊല്ലത്തിനടുത്തെത്തി അൽ മസ്ജിദുൽ അമവി. ആ പള്ളിയുടെ മുനാരമാണ് ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളി. ഇതും ഷാമിന്റെ ഉള്ളിൽ. അവിടെയാണ് മഹ്ശർ വരുന്ന, ഈസാ നബി ഇറങ്ങി വരുന്ന പള്ളി അതാണ്. അവരിറങ്ങി വരുമ്പോ ആ പള്ളിയിൽ ഇമാം മഹ്ദി തങ്ങൾ നിസ്കരിക്കാൻ, സുബഹി നിസ്കരിക്കാൻ കാത്തിരിക്കുകയായിരിക്കുന്നു. ആ പള്ളിയെ ബാരിക്കേഡ് കെട്ടിയിട്ട് പൂട്ടിയിട്ടുണ്ടാകും. മുഅ്മിനീങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് കാത്തിരിക്കുമ്പോൾ അതാ വരുന്നു റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഇമാം മഹ്ദി തങ്ങൾ പറയും, ഈസാ നബിയേ, ഇന്നത്തെ സുബ്ഹി നിസ്കാരത്തിന് നിങ്ങൾ ഇമാം നിൽക്കണം. അപ്പൊ പറയും, ഇമാമുക്കും മിൻകും, നിങ്ങളിലെ ഇമാം ഉമ്മത്ത് റസൂലുള്ളാഹിയിലെ നിങ്ങൾ തന്നെയാണ്, ഞാൻ നിൽക്കൂല, ഞാൻ മഅ്മൂമായിക്കോളാം. അങ്ങനെ ഇമാം മഹ്ദി ഇമാമായി നിന്ന് 2 റക്അത്ത് സുബ്ഹി നിസ്കരിച്ചിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ പിടിക്കാനുള്ള യാത്രക്ക് ആരംഭിക്കുന്നത്. ഈസാ നബിയുടെ ദഅവത്ത് ആരംഭിക്കുന്നത് ഈ നാട്ടിലാണ്. അതുകൊണ്ടാ വിശുദ്ധ ഹദീസിൽ തങ്ങൾ പറഞ്ഞത് ഫസാദു ഷാം ഫസാദു ദുനിയ. അതുകൊണ്ട് ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതായത് ഫലസ്തീനിലും ജോർഡാനിലും ലെബനോനിലും സിറിയയിലും, ഈ 4 നാടുകൾ പ്രദേശത്തിന് ഷാം എന്ന് പറയാം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക പ്രശ്നത്തിന് കാരണമാകുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭയങ്കര അപകടമാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ ചില സബബുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുക. ഇതൊക്കെ പുണ്യനബി നമ്മളോട് പറഞ്ഞു പോയ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ബോധിക്കാൻ വേണ്ടി പറയാം. അർളുൽ മഹ്ശരി വൽ മൻശർ, ഇത് പുനരുദ്ധാരണ നാൾ അല്ലാഹു സംവിധാനിക്കുന്ന പ്രദേശമാണ്. ഹബീബായ നബി തങ്ങൾ അംബിയാ ഇനി 2 റക്അത്ത് ഇമാമായി നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പോൾ സംശയം വരും, നിസ്കാരം നിർബന്ധമാകുന്നത് മിഅ്റാജ് പോയിട്ടല്ലേ? അപ്പോ അവിടെ പോണിന് മുമ്പ് തന്നെ തങ്ങൾ നിസ്കരിച്ചല്ലോ. അപ്പൊ എവിടുന്നാ തങ്ങൾ നിസ്കാരം മനസ്സിലായത്? പുണ്യനബിക്ക് നിസ്കാരമുണ്ട് മക്കയിൽ. മക്കയിലായിരിക്കെ തന്നെ നബി തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. അലാ സ്വലാത്തി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിസ്കാരമുണ്ട് നബി തങ്ങൾക്ക്. റക്അതാനി ഫിൽ ഗുദുവി വറക്അതാനി ഫിൽ അസ്വീൽ. രാവിലെ 2 റക്അത്തും വൈകുന്നേരം 2 റക്അത്തും നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് തഹജ്ജുദ് എന്ന് ഫർളായിരുന്നു, സ്വഹാബികൾക്ക് ഫർളല്ല. സ്വഹാബികൾ നബി തങ്ങൾ നിസ്കരിക്കുന്ന കണ്ട് നിസ്കരിച്ചവരുണ്ട്. പക്ഷെ തങ്ങൾക്ക് നിസ്കാരമുണ്ട് മക്ക കാലഘട്ടം. മദീനയിലേക്ക് 13 കൊല്ലം കഴിഞ്ഞ ശേഷം നിസ്കാരവും ജുമുഅക്ക് വരുന്നത് മദീന കാലഘട്ടത്തിലാണ്. ഭയങ്കര അത്ഭുതമല്ലേ അത്? പുണ്യനബി ഏറ്റവും വലിയൊരു മഹാസമ്മേളനത്തിന്റെ സാക്ഷിയായി. അങ്ങനത്തെ ഒരു സമ്മേളനം ലോകത്ത് നടന്നിട്ടില്ല. 1,24,000 വരുന്ന പ്രവാചകന്മാർ, അവർക്ക് മുഴുവനും അല്ലാഹു റിസറക്ഷൻ നൽകി, പുനരുദ്ധാരണം നൽകി. ജീവനോടെ ശരീരത്തോടെ അഷ്റഫുൽ ഖൽഖിന് വേണ്ടി അല്ലാഹു ജെറൂസലേമിലെ പള്ളിയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി. അവർ മുഴുവനും അവിടെ ഹബീബിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചു. ഈ അംബിയാഇന്റെ ഇമാമാണ്, അവരുടെ നേതാവാണ്, അവരുടെ സയ്യിദാണ്, ഖാതിമുർ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ചെയ്ത പണിയാണത്. ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ 2 കഷ്ണം നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തപ്പോൾ, നബിയേ, ഇതിൽ തത്വജ്ഞാനങ്ങളുണ്ടല്ലോ, ഇതിൽ എന്തൊക്കെയോ ഹിക്മത്തുണ്ടല്ലോ, വേർഡ്സ് ഓഫ് വിസ്ഡം, തത്വജ്ഞാനങ്ങളുണ്ട് നബിയേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ നബി തങ്ങളുടെ മുഖം ചമന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹബീബ് ദേഷ്യപ്പെട്ടത്. അവിടെന്ന് പറഞ്ഞു, ഉമറേ, ലൗ കാന മൂസാ ഹയ്യൻ, മൂസ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, സാക്ഷാൽ മൂസ നബി പോലും എന്റെ ഖുർആനാണ് സ്വീകരിക്കുക, തൗറാത്തായിരിക്കില്ല. അങ്ങനത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഖുർആനും അതിന്റെ ഹദീസുകളും മനസ്സിലാവുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ എവിടെയാണ് സത്യം എവിടെയാണ് മിഥ്യയെന്നറിയാതെ, ഏതാണ് ചേർക്കപ്പെട്ടത് ഏതാണ് അടിസ്ഥാനപരമായ റബ്ബിന്റെ വചനങ്ങൾ എന്ന് മിക്സായി പോയ ഒരു ഗ്രന്ഥത്തെ എങ്ങനെയാണ് നിങ്ങൾ കയ്യിലെടുക്കുന്നത് എന്ന് നബി
നബി തങ്ങൾ പറഞ്ഞപ്പോ മൂസാ നബി സാക്ഷാൽ തൗറാത്ത് കൊണ്ടുവന്ന നബി എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മൂസാ നബി ലമാ വസിഅഹു ഇല്ലത്തിബാഇ, എന്നെയായിരിക്കും മൂസാ നബി പിൻപറ്റുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഥീബുൽ അഹ്മർ, മൂസാ നബിയുടെ ഖബർ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ചാവുകടലിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ജെറുസലേമിൽ നിന്ന് എക്സിറ്റ് ആയാൽ പിന്നെ താഴേക്ക് പോവുക, ഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്റർ താഴേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം, ചാവുകടൽ നിൽക്കുന്ന സ്ഥലം, അദ്നൽ അർള് ഗുലിബത്തിർ റൂം, അലിഫ് ലാം മീം, ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർള് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമക്കാർ, യൂറോപ്പുകാർ പരാജിതരായി എന്ന് പറയുന്ന ഭാഗം, പേർഷ്യക്കാരുമായി നടന്ന യുദ്ധത്തിൽ റോമക്കാര് പരാജയപ്പെട്ടു. എവിടെ? ഫീ അദ്നൽ അർള്, at the lowest point of earth, ഭൂമിയിലെ ഏറ്റവും താഴെയുള്ള സ്ഥലം. ഇത് ഖുർആൻ പറയുമ്പോഴേ ശാസ്ത്രം പോലും കണ്ടെത്തിയിട്ടില്ല ചാവുകടൽ ഭൂമിയുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ആണെന്ന്. അത് ഖുർആൻ പറഞ്ഞൊരു അത്ഭുതമാണ്. ഫീ അദ്നൽ അർള്, ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം. ദുനിയാവിൽ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന സ്ഥലം വേറല്ല. സമുദ്രം, കോഴിക്കോട് നമ്മളെ കടൽ പറയില്ലേ, സമുദ്രനിരപ്പ് എന്നല്ലേ കാണിക്കുക. ഈ സമുദ്രനിരപ്പിൽ നിന്ന് 300 ചില്ലറ മീറ്റർ താഴെയാണ് ചാവുകടൽ എന്ന കടൽ കിടക്കുന്നത്. ചാവുകടൽ, ഒരു ജീവി അതിനുള്ളിലില്ല. സമൂദ് ഗോത്രക്കാരെ ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത് അതിന്റെ വക്കത്താണ്, അതിന്റെ പരിസരത്താണ്. ആ സംഭവത്തെ ഖുർആൻ പറഞ്ഞ അത്ഭുതം നോക്കണം. ഫീ അദ്നൽ അർള്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ആ ഒരു ചാവുകടലിലേക്ക് പോകുന്ന, ആ ചാവുകടലിൽ ചെന്ന് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ജോർഡാൻ, റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഈലാത്ത് വഴി ഈജിപ്തിന്റെ ബോർഡറിലേക്ക് പോകും. ആ പോകുന്ന വഴിയിൽ വലതുഭാഗത്ത് കാണാം ദരീഹുൻ നബി മൂസ അലൈഹിസ്സലാം. ദിസ് ഈസ് ദ മൗസ്ലിയം ഓഫ് പ്രൊഫറ്റ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറാണ് ഇവിടെ. ചെന്നാൽ കാണാൻ പറ്റും മൂസാ നബി അലൈഹിസ്സലാം. തങ്ങൾ യാത്ര പോകുമ്പോ പറഞ്ഞു, ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോ അലൽ കഥീബിൽ അഹ്മർ, ചമന്ന ഒരു കുന്നിന്റെ അരികത്തുകൂടെ ചെല്ലുമ്പോ റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കണ്ടു. അംബിയ മുഴുവൻ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് മുസ്ലിമിന്റെ വിശ്വാസവും അഖീദയുമാണ്. ഇതില് തർക്കിക്കാൻ വന്നാൽ പ്രശ്നമാണ്, ഈമാനെ ബാധിക്കുന്ന പ്രശ്നമാണ്. പുണ്യനബി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തങ്ങളോട് ശിക്കായത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മരിച്ചു പോയില്ലേ, തീർന്നില്ലേ എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം. അംബിയ ജീവിച്ചിരിക്കുന്നവരാണ്, അഹ്യാ ആണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഈ വർത്താനം കേട്ട ജീവിച്ചിരിക്കുന്നവരല്ല എന്നല്ലേ വിചാരിക്കുക, ഒക്കെ തീർന്നു എന്നല്ലേ വിചാരിക്കുക. പുണ്യനബിയോട് നമ്മൾ സ്വലാത്തും സലാമും പറഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ അതിന്റെ സലാം അടക്കുന്നവരാണ്. ഉമ്മത്തിന് സലാം അടക്കും നബി തങ്ങൾ. ഇവിടുന്ന് വാക്കാലൂരുന്ന സ്വലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ അത് ആരാ പറഞ്ഞത്? അവരും അവരുടെ വാപ്പയുടെ പേരും തറവാട് പേരും ഹബീബിന് അറിയും, അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്ന് തങ്ങൾ തന്നെ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസല്ലേ. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. നോക്കണം, അമ്പിയാക്കന്മാർ അവിടെയും ഇബാദത്തിലാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് നമുക്ക് നിർബന്ധമല്ല, പക്ഷെ അമ്പിയാക്കന്മാർ അത് ചെയ്തുകൊണ്ടിരിക്കും. സയ്യിദുനാ മൂസ നബിയെ കണ്ടു. അവരും ഇതുവരെ മരിച്ചിട്ടില്ലാത്ത നബിയായ ഈസ നബി അലൈഹിസ്സലാം, ചില റിവായത്തുകളിൽ ഇപ്പോഴും മരിച്ചിട്ടില്ലാത്ത ഖിദർ നബി അലൈഹിസ്സലാം, ഇവരൊക്കെ നിബിതങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് ജെറുസലേമിലെ പള്ളി. അല്ലാമ ഇബ്നു കസീർ തങ്ങള് ഹിസ്റ്റോറിയനാണ്, അവർ മുഅർരിഖാണ്, ചരിത്ര പണ്ഡിതനാണ്, മുഫസ്സിറാണ്, ലുഗവിയാണ്, ഗ്രമേറിയനാണ്. മഹാനവറുകളുടെ തഫ്സീറിൽ ഒരു അത്ഭുതകരമായ സംഭവമുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ഭരണം അന്ന് നടത്തുന്നത് റോമക്കാരാണ്. അന്ന് പുണ്യനബി തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അബൂ സുഫിയാന്റെയും കൂട്ടരുടെയും കച്ചവട സംഘം ഈലിയായിൽ എത്തുന്നത്, ജെറൂസലേമിലേക്ക് എത്തുന്നത്. അപ്പൊ അന്നത്തെ റോമൻ ഭരണാധികാരി പുണ്യനബി തങ്ങളുടെ കത്ത് കയ്യിൽ കിട്ടിയ കാലം മക്കക്കാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, അവരൊക്കെ നിന്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു പറഞ്ഞു. അവരൊക്കെ വന്നു. അങ്ങനെ രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാനും സംഘവും ഹാജരായ വിഷയം ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അത്ഭുതകരമായ ഒരു സംഭവമാണ്. അബൂ സുഫിയാനോട് പറഞ്ഞു, നിങ്ങളാണോ നേതാവ്? അതെ, നേതാവ് എന്നെ ഫേസ് ചെയ്ത് മുമ്പിലിരിക്കും.
പിന്നെ ആരൊക്കെ കൂടെ വന്നത്? നിങ്ങളൊക്കെ അല്ലെ? നിങ്ങളൊക്കെ നേതാവിന്റെ ബാക്കിൽ എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണം. പിന്നെ നിങ്ങളുടെ നേതാവെങ്ങാനും നുണ പറഞ്ഞാൽ നിങ്ങൾ കൈപൊക്കണം. അബൂ സുഫിയാൻ പറയാൻ നബി തങ്ങളെ കുറിച്ചാ ചോദിച്ചത്. കഴിവിന്റെ പരമാവധി നുണ പറയാൻ ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ എന്റെ പിറകുന്ന് വരെന്താ കാട്ടുന്നത് എനിക്ക് അറിയില്ലല്ലോ, മാനം പോവില്ലേ, അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു. എന്നോട് ചോദിച്ചു, രാജാവ്, ഈ മുഹമ്മദ് നബി നിങ്ങൾ അറിയുമോ? അതെ, അറിയും. ഇവരുടെ ഖബീലയും നാടും അറിയുമോ? അറിയും. മാന്യമായ കുടുംബത്തിലാണോ അല്ല ഒരു കച്ചറ കുടുംബത്തിലാണോ? ഇത് മാന്യമായ കുടുംബത്തിൽ ആചരിച്ചത്. ഇവര് മുമ്പ് കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ അടുത്തൊരു സംഭവം പറഞ്ഞു. നിങ്ങളുടെ നാട്ടിൽ ഇവിടെ വന്നുവെന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് ഉടനെ തന്നെ തിരിച്ചു പോന്നുവെന്നും അതിൻ്റെ ഇടയ്ക്ക് 7 ആകാശവും